കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന കർത്താവിൽ പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനം ശ്രവിക്കുന്നതിനായി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഈ കൺവെൻഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഞാൻ ബഹുമാനപ്പെട്ട പാസ്റ്റർ ജോയിമോൻ മത്തായിയോട് 1-2 പ്രാവശ്യം പറയുകയുണ്ടായി. എനിക്കിഷ്ടപ്പെട്ടത് നിങ്ങൾ തിരഞ്ഞെടുത്ത ആ തീം, വിഷയം. നാം 4 ദിവസം പ്രതിപാദിക്കുവാൻ പോകുന്ന വിഷയം വാസ്തവത്തിൽ ഇറ്റ് ഈസ് എ സെൽഫ് എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ്, തീം. സ്വയം വിശദീകരിക്കുന്ന, ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം. വാസ്തവത്തിൽ അതല്ലേ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭ. തനിച്ച് പാർക്കുന്ന ഒരു ജനം. എനിക്ക് തീർച്ചയായിട്ടും പാസ്റ്റർ ജോയ്മോൻ മത്തായിയെയും എൽഡർ രാജൻ വർഗീസിനെയും ഇങ്ങനെ ഒരു ടോപ്പിക് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിച്ച്, വാസ്തവത്തിൽ ഇത് ജനത്തെ ബോധ്യപ്പെടുത്തുകയായിരിക്കണം 4 ദിവസത്തെ ഈ കൺവെൻഷൻ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. വാസ്തവത്തിൽ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് people are a people who stand alone in the crowd. ജനമധ്യത്തിൽ തന്നെ നിൽക്കുന്ന ഒരു സമൂഹമാണ് സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകാർ. ആയതുകൊണ്ട് തന്നെ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭയ്ക്ക് ഒരു കൺവെൻഷൻ നടത്താൻ ഇതിലും നല്ല ഒരു ടോപ്പിക്, ഒരു തീം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആൾക്കൂട്ടത്തിൽ തനിയെ നാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന ജനം, അവർക്ക് ആൾക്കൂട്ടത്തിലാകാൻ സാധിക്കത്തില്ല, ജനസമക്ഷത്തിലാകാൻ സാധിക്കത്തില്ല, ജനമധ്യത്തിലാകാൻ സാധിക്കത്തില്ല. അവർ ജനത്തിൽ നിന്ന് വേറിട്ട ഒരു ജനമായിരിക്കും, ഒരു ചെറിയ കൂട്ടമായിരിക്കും. പാപവഴികളെയും പാപമോഹങ്ങളെയും ലോകത്തിന്റെ വഴികളെയും തേടിപ്പോകുന്നവരല്ല ഈ വേറിട്ട ജനം. ഈ വേറിട്ട ജനം സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭയാണ്. അത് അരക്കിട്ട് ഉറപ്പിക്കുവാൻ ഈ കൺവെൻഷൻ മുഖാന്തരമായാൽ ദൈവത്തിൻ്റെ നാമം അതോടുകൂടി മഹത്വപ്പെടും എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. തനിയെ നിൽക്കുന്ന ജനം. 15-ാം സങ്കീർത്തനങ്ങൾ പറയുന്നത് പോലെ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. അങ്ങനെ ഒരു ജനം സത്യം ചെയ്തിട്ട്, സത്യം പറഞ്ഞിട്ട്, സത്യം പ്രസംഗിച്ചിട്ട്, സത്യം പാലിച്ചിട്ട് ഒരു നാളും കുലുങ്ങിപ്പോകാതെ നിൽക്കുന്ന ഒരു ജനം, അതാണ് സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭ. വാസ്തവത്തിൽ സംഖ്യാപുസ്തകം 23:9 ഞാൻ ഈ ടോപ്പിക്ക് പാസ്റ്റർ ജോയ്മോൻ മത്തായി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതെ സാർ, തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐ മസ്റ്റ്
ഒരു 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 ഒളിവില്ലാതെ എനിക്ക് വ്യക്തമായിട്ട് നിങ്ങളോട് പറയേണ്ടത്, ദിസ് ഈസ് എ ബിഫിറ്റിംഗ് ടോപ്പിക് ഫോർ എ കൺവെൻഷൻ ഫോർ അഡ്വന്റിസ്റ്റ് ചർച്ച്. Behold a people who dwells apart and will not be reckoned among the nations. ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതല്ല ഈ ജനം. ഇവിടെ ജാതി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രാജ്യങ്ങളുടെ, സമൂഹങ്ങളുടെ, അതല്ലേ ഭാഷ ഉദ്ദേശിക്കുന്നത്. സമൂഹങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ഒരു ജനമല്ല സെവന്ത്-ഡേ അഡ്വന്റിസ്റ്റ് സഭ. അത് തീർച്ചയായിട്ടും മനസ്സിൽ നാം വെക്കണം. വാസ്തവത്തില് അതുകൊണ്ടാണ് നാം പറയുന്നത്, ലോകത്തിന് അനുരൂപമായി ജീവിക്കാതെ ജനക്കൂട്ടത്തിൽ നിന്ന് തനിയെ മാറി ജീവിച്ചുകൊണ്ട്, പുറപ്പാട് 23:2 പറഞ്ഞ, ബഹുജനത്തെ അനുസരിച്ച് ദോഷം ചെയ്യാത്തവൻ, ഭൂരിപക്ഷം ചേർന്ന് കള്ളസാക്ഷ്യം പറയാത്തവൻ, ഇതായിരിക്കണം അഡ്വന്റിസ്റ്റ് സഭ. വാസ്തവത്തിൽ യോശുവ പറയുന്നത് പോലെ, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. കലഞ്ഞൂർ പ്രദേശത്ത് ഈ സുവിശേഷ യോഗം ഉദ്ഘാടനം ചെയ്യുകയാണ് എൻ്റെ കർത്തവ്യം. അതിന് എന്നെ സ്നേഹപൂർവ്വം ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർക്ക്, പാസ്റ്റർ ജോയ്മോൻ മത്തായി, എൽഡർ രാജൻ വർഗീസ്, അതുപോലെ മറ്റ് സംഘാടകർ ആരൊക്കെയാണോ അവർക്ക് എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. വാസ്തവത്തിൽ ഇന്ന് നിങ്ങൾ ആ ഫ്ലക്സിൽ കാണുന്നത് പോലെയും നോട്ടീസിൽ കാണുന്നത് പോലെയും നമുക്കൊക്കെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട പാസ്റ്റർ പി എ വർഗീസ് നമ്മുടെ യൂണിയൻ പ്രസിഡൻ്റ് ആയിരുന്നു ഈ പരമ്പര, ഈ യോഗ പരമ്പര ഉദ്ഘാടനം ചെയ്യേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ തിരക്ക് കാരണം ഇന്ന് എത്തിപ്പറ്റാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. മറിച്ച് ഒന്നുകൂടെ സ്പഷ്ടമായിട്ട് പറഞ്ഞാൽ, ഞാനൊരു പകരക്കാരനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. പാസ്റ്റർ പി എ വർഗീസിൻ്റെ പകരക്കാരൻ. ഈ പകരക്കാരൻ എന്ന് പറയുമ്പോൾ ഈ വേദപുസ്തകം ഉടനീളം മൊത്തമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു പകരക്കാരനുണ്ട്. അതൊരു പി എ വർഗീസിന്റെ പകരക്കാരനല്ല, അത് മനുഷ്യവർഗത്തിന്റെ, ഈ ലോകത്തിന്റെ മുഴുവൻ പകരക്കാരനാണ്. എന്റെയും നിങ്ങളുടെയും പകരക്കാരനാണ്. ഞാനും നിങ്ങളും മരിക്കുന്നതിന് പകരം മരണം ഏറ്റുവാങ്ങിയ പകരക്കാരൻ, സ്വർഗത്തിലെ പിതാവാം ദൈവം നിഷ്കർഷിച്ച് വിട്ട ഒരു പകരക്കാരൻ. ആ പകരക്കാരനെ അവതരിപ്പിക്കുകയാണ് ഈ യോഗം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അതിന് നാം ഒരു വേറിട്ട ജനമായി തന്നെ നിലകൊള്ളേണ്ടതായിട്ടുണ്ട്. ഈ പകരക്കാരനെ പറ്റി പറയുമ്പോൾ, മനുഷ്യവർഗത്തിന് തന്നെ ഒരു രക്ഷകനായി വന്ന ഒരു പകരക്കാരൻ, നിങ്ങൾക്കും എനിക്കും വേണ്ടി, പാസ്റ്റർ പി എ വർഗീസിന് വേണ്ടി ഇവിടെ രണ്ട് വാക്ക് സംസാരിക്കുന്നത് പോലെയല്ല, ജീവൻ കൊടുത്ത പകരക്കാരൻ. എന്റെയും നിങ്ങളുടെയും ജീവൻ പോകുന്നതിന് പകരം ജീവൻ കൊടുത്ത പകരക്കാരൻ, എനിക്കും നിങ്ങൾക്കും നിത്യജീവൻ നൽകിയ ഈ പകരക്കാരൻ. ഈ പകരക്കാരനെയാണ് ഈ കൺവെൻഷനിൽ നാം പ്രകീർത്തിക്കുന്നത്. വാസ്തവത്തിൽ ഈ സുവിശേഷ യോഗം സ്വർഗത്തിലെ ദൈവം ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ മറ്റൊരു മതത്തിൽ നിന്നും ക്രിസ്തു മതം സ്വീകരിച്ച ഒരു സഹോദരിയുടെ വീടിനടുത്ത് വേറൊരു സഹോദരി താമസിച്ചിരുന്നു. ആ സഹോദരി ഈ മതം മാറിയ സഹോദരിയോട്, ക്രിസ്തു മതം സ്വീകരിച്ച സഹോദരിയോട് ചോദിച്ചു, അല്ല, നിൻ്റെ ഭർത്താവ് മതം മാറിയെന്നൊക്കെ കേട്ടല്ലോ, ശരിയാണോ? അവർ പറഞ്ഞു, അത് ശരിയല്ല. എൻ്റെ ഭർത്താവ് സ്വീകരിച്ച മതം എൻ്റെ ഭർത്താവിനെ മാറ്റി.
സംഭവിച്ചത്. എന്റെ ഭർത്താവ് ക്രിസ്തു മതം സ്വീകരിച്ചപ്പോൾ അയാൾക്ക് മാറ്റം സംഭവിച്ചു. ഈ മാറ്റം ഇവിടെ ഉണ്ടാകണം. ഈ മാറ്റം നമ്മളുടെ ഇടയിൽ ഉണ്ടാകണം. അതിനായിരിക്കണം നാം 4 ദിവസം ഇവിടെ കൂടുന്നത്. അതുകൊണ്ട് നാം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ആയിരിക്കണം. എനിക്കറിയാം, എനിക്ക് സമയമില്ല. പാസ്റ്റർ സോയി തോമസ് നിങ്ങളോട് വചനം സംസാരിക്കാൻ ഇരിക്കുകയാണ്. അദ്ദേഹം നിങ്ങളോട് സംസാരിക്കാൻ, അദ്ദേഹം ഇടുക്കി സെക്ഷൻ്റെ പ്രസിഡൻ്റാണ്, പ്രഗത്ഭനായ ഒരു പ്രാസംഗികനാണ്. അദ്ദേഹം നിങ്ങളോട് വചനം സംസാരിക്കും. ഞാൻ ഇവിടെ നിർത്തിയേക്കാം. പക്ഷേ നാം ഭാവിയെക്കുറിച്ച് നമുക്ക് അനിശ്ചിതങ്ങളും ആശങ്കകളുമുണ്ട്, ധാരാളമുണ്ട്. എനിക്കുണ്ട്, നിങ്ങൾക്കെല്ലാം ഉണ്ട്. പക്ഷേ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നാം ശ്രമിക്കുകയാണെങ്കിൽ ഇതിനെല്ലാം ഒരു മാറ്റം നമുക്ക് സംഭവിക്കും. അതിന് തീർച്ചയായിട്ടും ഈ 4 ദിവസം യഥാർത്ഥത്തിൽ എൻ്റെ പ്രിയ സഹോദരി, എൻ്റെ പ്രിയ സഹോദര, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്ത് എന്ന് നിങ്ങളുടെ ദൈവത്തോട് പറയണം. നിങ്ങൾ അനുഭവിക്കുന്ന വ്യത എന്ത് എന്ന് നിങ്ങളുടെ ദൈവത്തോട് പറയണം. നീ അനുഭവിക്കുന്ന ഭാരം എന്ത് എന്ന് നിന്റെ ദൈവത്തോട് പറയണം. നീ അനുഭവിക്കുന്ന പ്രതികൂലം എന്ത് എന്ന് നിന്റെ ദൈവത്തോട് പറയണം. അങ്ങനെ പറയുകയാണെങ്കിൽ അതിന് തീർച്ചയായിട്ടും പരിഹാരമുണ്ടാകും. അങ്ങനെ പരിഹാരം ഉണ്ടാകുന്ന ഒരു യോഗം ആയി ഇത് തീരും. അതിന് സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കും. കോശി കുര്യൻ മധ്യ തിരുവിതാംകൂറിലെ ഒരു ധനികനായ മനുഷ്യനായിരുന്നു. നീണ്ടു പോകുമെന്ന് പറഞ്ഞാൽ നിർത്തുക. കോശി കുര്യൻ മധ്യ തിരുവിതാംകൂറിലെ ഒരു ധനികനായ മനുഷ്യനായിരുന്നു. അയാളുടെ വേലക്കാരനായിരുന്നു പൗലോസ്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു ക്രിസ്തു മതം സ്വീകരിച്ച് ഞായറാഴ്ച വേലയ്ക്ക് വരാതിരിക്കാൻ തുടങ്ങി. അപ്പം പൗലോസിൻ്റെ മുതലാളി ആയ കോശി കുര്യൻ ചോദിച്ചു, നീ എന്താ കഴിഞ്ഞ ഞായറാഴ്ച വേലയ്ക്ക് വരാതെ? അത് മുതലാളി, ഞാൻ ക്രിസ്ത്യാനിയായി, ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകാൻ തുടങ്ങി. നിനക്കെന്തോ പള്ളിയടാ, നീ എല്ലാ ഞായറാഴ്ചയും പണിക്ക് വരണം. അത് കേട്ടു പോയെങ്കിലും പൗലോസ് വന്നില്ല. പൗലോസ് വരാതിരുന്നപ്പോൾ അടുത്ത ദിവസം ജോലിക്ക് വന്നപ്പോൾ ആദ്യം ഒന്ന് പറഞ്ഞ് കേട്ടില്ല. രണ്ടാമതും അത് സംഭവിച്ചപ്പോൾ വളരെ, അന്നത്തെ കാലത്ത് നമുക്കറിയാമല്ലോ, അന്നത്തെ കാലത്ത് ഒരു വലിയ വടിയെടുത്ത് പൗലോസിനെ അടിക്കാൻ ഓങ്ങിയപ്പോൾ പൗലോസിൻ്റെ 3 വയസ്സുള്ള കൊച്ചു മകൻ, 3 വയസ്സുള്ള മകൻ, എൻ്റെ അപ്പനെ തല്ലരുതേന്നും പറഞ്ഞ് അപ്പനെ ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ ഈ കോശിക്കുര്യൻ ഓങ്ങിയ വടി ഈ കുഞ്ഞിൻ്റെ പുറത്ത് കൊണ്ടു. തൽക്ഷണം കുഞ്ഞ് മരിക്കുകയാണ്. അന്നത്തെ കാലത്ത് ഒരു പൗലോസിൻ്റെ കുഞ്ഞ് മരിച്ചു പോയാൽ വലിയ വിഷയങ്ങളൊന്നുമില്ല. അങ്ങനെയാണ് സാമൂഹിക പശ്ചാത്തലം. അങ്ങനെ ആ കുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയി മറവ് ചെയ്തതിന് ശേഷം പിന്നെ പൗലോസ് കോശിക്കുര്യൻ്റെ വീട്ടിൽ ജോലിക്ക് പോയിട്ടില്ല. മറിച്ച് എല്ലാ ദിവസവും വേദവസ്തു എടുത്ത് സുവിശേഷ വേലയ്ക്ക് പോകും. അവിടുന്ന് കിട്ടുന്ന എന്തെങ്കിലും കഴിച്ച് വീട്ടിൽ വന്ന് കിടന്നുറങ്ങും. അങ്ങനെ ഒരു ദിവസം സുവിശേഷ വേലയ്ക്ക് പോകാനായിട്ട് ഈ കായലിന് ഇപ്പുറത്താണ്, അപ്പോൾ അപ്പുറത്ത് പോകണം, കായലിനപ്പുറത്താണ്, ബോട്ടിലാണ് പോകുന്നത്. അപ്പോൾ ബോട്ടിൽ കയറാൻ ചെന്നപ്പോൾ ബോട്ടിൽ കയറി ഇരുന്നപ്പോൾ ഈ കോശിക്കുര്യൻ്റെ മകൾ മറിയം കോളേജിൽ പോകാൻ, ഒരു യുവതിയാണ്, കോളേജിൽ പോകാൻ ആ ബോട്ടിൽ കയറി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുവെങ്കിലും രണ്ടുപേരും കണ്ടതായിട്ട് നടിച്ചതേയില്ല. നമുക്കറിയാം എന്താണ് സംഭവമെന്ന്. അങ്ങനെ കായലിൻ്റെ നടുക്ക് ചെന്നപ്പോൾ ഈ ബോട്ട് മറിഞ്ഞു, തലകീഴായിട്ട് മറിഞ്ഞു. എല്ലാവരും വെള്ളത്തിൽ വീണു. പക്ഷെ അവർക്കെല്ലാം നീന്തൽ അറിയാവുന്നത് കൊണ്ട് അവരെല്ലാം നീന്തി അക്കരെ കടന്നു രക്ഷപ്പെട്ടു. പക്ഷേ ഈ മറിയത്തിന് നീന്താൻ അറിയത്തില്ലായിരുന്നു. മറിയം കൈയും കാലും ഇട്ട് അടിക്കാൻ തുടങ്ങി, എന്നെ രക്ഷിക്കണേ, വെള്ളം കുടിക്കാൻ തുടങ്ങി. വെള്ളം കുടിച്ച് ചത്തുപോകും. ഇത് അപ്പുറത്തു നിന്ന് പൗലോസ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പൗലോസ് പെട്ടെന്ന് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി അവിടെ വന്ന് ആ കുഞ്ഞിനെ രക്ഷിച്ചു. ആ കുഞ്ഞിനെ തോളിലിട്ട്, ആ യുവതിയെ തോളിലിട്ട് നീന്തി അക്കരെ കടന്ന് അവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് പൗലോസിന്റെ വഴിക്ക് പോയി. ഇവിടുത്തെ വിരോധാഭാസം നാം കണ്ടില്ലെന്ന് നടിക്കരുത്. കോശി കുര്യൻ പൗലോസിന്റെ മകനെ കൊന്നു. മറിയം പൗലോസിന്റെ മകനെ, മറിയം കോശി കുര്യന്റെ മകളെ പൗലോസ്
രക്ഷിക്കുന്നു. ഇത് കണ്ടില്ലെന്ന് നടിക്കരുത്. കോശി കുര്യൻ പൗലോസിന്റെ മകനെ അടിച്ചു കൊല്ലുന്നു. പൗലോസ് കോശി കുര്യന്റെ മകളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ഇതാണ് നാം ഇവിടെ പറയാൻ പോകുന്നത്, സുവിശേഷത്തിൻ്റെ ആകത്തുക, അന്തസത്ത. ഇതാണ് സുവിശേഷം. മത്തായിയുടെ സുവിശേഷം 7:12, മറ്റുള്ളവർ നിനക്ക് ചെയ്യണം എന്ന് നീ ഇച്ഛിക്കുന്നതൊക്കെയും നീ അവർക്കും ചെയ്യുവേൻ. ഇതാണ് സുവിശേഷം. ഈ സുവിശേഷത്തിന്റെ കാതലിനാണ് ഈ കാതലാണിത്. ഈ സുവിശേഷത്തെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്, എനിക്ക് ലജ്ജയില്ല. ഈ സുവിശേഷത്തെ കുറിച്ച് പൗലോസ് പറയുന്നത്, എനിക്ക് ലജ്ജയില്ല. സാംസ്കാരിക പശ്ചാത്തലം നാം കണ്ടില്ലെന്ന് നടിക്കരുത്. മരആശാരിയുടെ ശിഷ്യനാണ്, മരആശാരിയുടെ പിൻഗാമിയാണ് എന്ന് പറയുവാൻ എനിക്ക് ലജ്ജയില്ല. ആ സുവിശേഷമാണ് നാം ഇവിടെ പ്രസംഗിക്കുന്നത്. വാസ്തവത്തിൽ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭ ഇന്ന് തുടങ്ങി 4 ദിവസം ഈ സുവിശേഷമാണ് പ്രസംഗിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പകരക്കാരനെ കുറിച്ച്, സുവിശേഷത്തിന്റെ അന്തസത്ത, നീ മറ്റുള്ളവർ നിനക്ക് ചെയ്യണമെന്ന് ഇച്ഛിക്കുന്നതൊക്കെയും നീ അവർക്കും ചെയ്യുക. വാസ്തവത്തിൽ ഇത് തീർച്ചയായിട്ടും സമൂഹത്തിന് ഒരു മാറ്റമുണ്ടാവണം. മാറ്റം വരുവാൻ സ്വർഗത്തിലെ ദൈവം ഈ യോഗം മുഖാന്തരമാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ കേൾവിക്കാരായിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇവിടെ വചനം സംസാരിക്കുന്ന ദൈവദാസന്മാരെ, പ്രവർത്തകരെ, പാസ്റ്റർമാരെ, ഇതിൻ്റെ സംഘാടകരെ എല്ലാം സ്വർഗത്തിലെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സുവിശേഷ പരമ്പര, ഈ സുവിശേഷ യോഗം, ഈ കൺവെൻഷൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ അവസരത്തിൽ നമുക്ക് ഏവർക്കും ഒരു പ്രതിഷ്ഠാ പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. ദയവായി നിങ്ങളുടെ സ്ഥലത്ത് തന്നെ എഴുന്നേറ്റ് നിൽക്കുക. പ്ലീസ് എഴുന്നേറ്റ് നിൽക്കുക എല്ലാവരും. പാസ്റ്റർ രാജു എബ്രഹാം നമ്മുടെ ഒരു സീനിയർ പാസ്റ്ററാണ്. അദ്ദേഹം നമ്മളെ പ്രതിഷ്ഠാ പ്രാർത്ഥനയിൽ നയിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും വഴിനടത്തുകയും ചെയ്യുന്ന ഞങ്ങൾ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ മഹനീയമായ സന്ദർഭം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതിനായി ഞങ്ങൾ ആദ്യമേ നിന്നെ സ്തോത്രത്തോടെ വാഴ്ത്തുന്നു. കർത്താവെ, എത്രയോ പേർക്ക് ലഭിക്കാത്തതായ ഒരു മഹൽ ഭാഗ്യമാണ് ഈ നാളുകളുടെ അടിയങ്ങൾക്ക് അവിടുന്ന് തന്നിരിക്കുന്നത്. കർത്താവെ, ഈ പള്ളിയുടെ അങ്കണത്തിൽ കടന്നു വരുവാനും ദൈവവചനം കേൾപ്പാനും ഇതാ തനിച്ചു പാർക്കുന്ന ജനത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസം കാത്തുകൊള്ളുന്ന ജനത്തോടൊപ്പം ജീവിപ്പാൻ്റെ ഗുണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആദിമ നൂറ്റാണ്ടിൽ അങ്ങയുടെ ആദ്യത്തെ വരവിങ്കലെ വഴിയൊരുക്കുവാനായിട്ട് യോഹന്നാൻ സ്നാപകനെ അവിടുന്ന് ഒരുക്കി. നിൻ്റെ മകൻ വന്ന് അങ്ങയുടെ വചനം ഘോഷിപ്പാനുള്ളതായ വഴിയൊരുക്കുകയും മാനസാന്തര സ്നാനം നടത്തുകയും ഒക്കെയും ചെയ്തു. എന്നാൽ ഈ നാളുകളിൽ അവിടുത്തെ രണ്ടാമത്തെ വരവിനായി തൻ്റെ പ്രിയ മണവാട്ടിയെ ഒരുക്കുവാനുള്ളതായ ദൗത്യം, ഞങ്ങൾ ഒരുങ്ങുവാനും മറ്റുള്ളവരെ ഒരുക്കുവാനുള്ളതായ ദൗത്യം ഈ സഭയ്ക്ക് അവിടുന്ന് ഏൽപ്പിച്ചതായ കൃപയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സമർപ്പണത്തോട് വിശുദ്ധിയോട് നന്മയുടെ പാതയിൽ ജീവിപ്പാൻ്റെ കൂടെ ഞങ്ങളെയൊക്കെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ ഇവിടെ വചനപ്രഘോഷണം നടത്തുന്ന പ്രിയ മക്കളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രിയ പിതാവെ, അവരെ അനുഗ്രഹിക്കുകയും അവരുടെ നാവിൽ കൂടെ സ്വർഗത്തിലെ ദൂത് നൽകുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പള്ളി അങ്കണത്തിൽ കടന്നു വരുന്ന ജനത്തെയും അതോടൊപ്പം ഈ ശബ്ദപരിധിക്കുള്ളിലിരുന്ന് കേൾക്കുന്നതായ കേൾവിക്കാരായ ജനത്തെയും ഒരുപോലെ അനുഗ്രഹിച്ച് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി ഒരുക്കുവാൻ തക്കവണ്ണം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ ആദ്യം ഞങ്ങളോടൊപ്പം ഉണ്ടാകുമാറാകണമേ. കാലാവസ്ഥ ഈ നാളിൽ അനുകൂലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൂടുതലായി വ്യാപരിപ്പാനും പരിശുദ്ധാത്മാ നിർവൃതിയിൽ ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ.
പ്രതികൂല സാഹചര്യങ്ങളൊക്കെയും ആയിരിക്കുന്ന സ്ഥാനങ്ങൾ ഞങ്ങൾ വിശുദ്ധിയുള്ള ജീവിതം നയിപ്പാൻ തക്കവണ്ണം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരായി കർത്താവിൻ്റെ മഹത്വ പ്രതീക്ഷയിൽ അങ്ങോടൊപ്പം എടുക്കപ്പെടുന്ന ജനമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ഇന്ന് വചനം സംസാരിക്കുന്ന പ്രിയമകനെ അനുഗ്രഹിക്കണമേ. പ്രിയമകൻ്റെ നാവിൽ കൂടെ അവിടുത്തെ വചനം കേൾപ്പാൻ തക്കവണ്ണം കേൾവിക്കാരായി ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള നാളുകളിലും പ്രതികൂലങ്ങൾ കൂടാതെ ദൈവവചനം ഘോഷിക്കപ്പെടുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ഇന്ന് ഇവിടെ കടന്നു സകല ജനത്തെ അനുഗ്രഹിക്കുകയും സകല നന്മകളാൽ നിറയ്ക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ ക്രിസ്തുവിനെ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ ആമേൻ. മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷൻ യോഗങ്ങളുടെ പ്രഥമ രാത്രിയിൽ കറഞ്ഞൂർ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭയുടെ കൊട്ടന്തറ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ അങ്കണത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചല്ലോ. ഇന്ന് രാത്രിയിൽ ഈ സുവിശേഷ യോഗ പരമ്പരയുടെ പ്രഥമ രാത്രിയാണല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഈ സുവിശേഷ യോഗ പരമ്പര ഉദ്ഘാടനം നിർവഹിച്ചതായ ആലപ്പുഴ പത്തനംതിട്ട സെഷൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ടി ജോൺ, ഈ സഭയുടെ ശുശ്രൂഷകനായി പ്രവർത്തിക്കുന്ന പാസ്റ്റർ ജോയ് മത്തായി, അതുപോലെ മറ്റ് സംഘാടകർ, ഈ സഭയുടെ എൽഡർ ബ്രദർ രാജൻ വർഗീസ്, പ്രിയപ്പെട്ടവരുള്ളതായ സ്നേഹവന്ദനം ഇന്ന് രാത്രിയിൽ അറിയിക്കുന്നു. അവരെ കൃതാവധിയും അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ വളരെ മനോഹരമായ ഗാനങ്ങൾ പാടി നമ്മളെ സന്തോഷിപ്പിക്കുന്ന അഡ്വൻ്റ് വോയിസ് തിരുവല്ല, അവരുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. മനോഹരമായ ശബ്ദവും വെളിച്ചവും നൽകിക്കൊണ്ടിരിക്കുന്ന ഷാൻ സൗണ്ട്, അവരോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ ഈ സഭയിൽ ഉൾപ്പെടാത്തതായ ഈ സമീപ പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ കടന്നു വന്നിരിക്കുന്നവരും, അതോടൊപ്പം തന്നെ മറ്റ് സഭകളിൽ നിന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ ശബ്ദപരിധിയിൽ അനേക ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശബ്ദ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെയും ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രഥമ ദിവസമായതുകൊണ്ട് പ്രാരംഭത്തിലുള്ള ചില ശുശ്രൂഷകളെ ബന്ധിച്ച് അല്പം സമയം വൈകിയെങ്കിലും ലഭിച്ചിരിക്കുന്ന സമയത്ത് നിന്നുകൊണ്ട് ഈ സുവിശേഷ യോഗ പരമ്പരയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയത്തോട് നീതി പുലർത്തിക്കൊണ്ട് ഇതാ തനിച്ചു പാർക്കുന്ന ദൈവത്തിൻ്റെ ജനം, അപ്രകാരം തനിച്ചു പാർക്കുവാൻ നാം എന്ത് ചെയ്യണം, നാം എങ്ങനെയാണ് തനിച്ചു പാർക്കുന്ന ജനമായി തീരുവാൻ കാരണമായി തീർന്നത്, അതിന് നിദാനമായ വസ്തുതകൾ തിരുവചനാടിസ്ഥാനത്തിൽ അല്പസമയം ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃശുശ്രൂഷന്മാർ ഇതിന് തുടർച്ചയായിട്ടുള്ള സുവിശേഷ യോഗം അല്ലെങ്കിൽ ദൈവവചനത്തിൽ നിന്ന് അവർ ശുശ്രൂഷിക്കുന്നതായിരിക്കും. അവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനം. സന്തോഷമുള്ളവരെല്ലാം നിങ്ങളുടെ വലതുകരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം, എല്ലാവരും വേദപുസ്തകം എടുത്താട്ടെ. തിരുവചന ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം, വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം, അതിൻ്റെ 18-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം ആരെങ്കിലും എടുത്തവര് ഉറക്കെ വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 18:4. വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ, എന്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെ, അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ, അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ട് പോരുവേൻ, അവളെ വിട്ടുപോരുവേൻ. എല്ലാ കണ്ണുകളും അടയട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായി ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിയുടെ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിക്കുവാനും വേറിട്ടൊരു ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിലുള്ള ആത്മീയ ആലോചനകൾ കഴിഞ്ഞ നാളുകളിൽ അടിയങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. ആ വചനപ്രകാരം നിൽക്കുവാൻ, ജീവിക്കുവാൻ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അവളുടെ പാവങ്ങളിൽ കൂട്ടാളിയാകാതിരുപ്പാൻ അവളെ വിട്ടുപോരുവൻ എന്ന് ഇന്ന് രാത്രിയിൽ അടിയങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തിലൂടെ ചുരന്ന് ചിന്തിക്കുമ്പോൾ അടിയങ്ങളെ
മക്കളെ കർത്താവ് അനുഗ്രഹിക്കണം. ദൈവവചനം കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കണം. ദൈവവചനം ശുശ്രൂഷിക്കും, ദൈവവചനം സംസാരിക്കുന്ന അടിയനോട് കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെ അവളുടെ വാതകളിൽ ഓഹരിക്കാരാകാതിരിപ്പാൻ അവളെ വിട്ടുപോരുവിൻ. ഈ വേദപുസ്തകത്തിൽ ഈ 18-ാമത്തെ അധ്യായം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വായിച്ചതായ സമയത്ത് അവൾ എന്നുള്ള പദം ഏതാണ്ട് 30-ലധികം പ്രാവശ്യം പ്രകീർത്തിച്ചിട്ടുണ്ട്. 30-ലധികം പ്രാവശ്യം അത് എഴുതി ചേർത്തിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് എണ്ണി നോക്കിയാൽ ചിലപ്പോൾ 31 ആയിരിക്കും. അത് എൻ്റെ എണ്ണം വെച്ചാണ്. ചിലപ്പോൾ ഒരു പക്ഷേ അതിലും കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരേ വിഷയത്തെ തന്നെ അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തെ പരാമർശിച്ചുകൊണ്ട് ആ കഥാപാത്രത്തിന് സംഭവിക്കുവാനിരിക്കുന്ന ഗുണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അനുഗ്രഹത്തെക്കുറിച്ചോ അല്ല പറഞ്ഞിരിക്കുന്നത്. വലിയ ബാധയും അഥവാ നാശം അനുഭവിക്കുവാൻ പോവുകയാണ്. അവൾ ഉൾപ്പെട്ട് നിൽക്കുന്നതായ സമൂഹം, അവളാരും ഇന്ന് രാത്രിയിൽ തനിച്ചു പാർക്കുന്ന ജനമെന്ന നിലയിൽ അവളെ വിട്ടുപോരേണ്ടതിൻ്റെതായ ആവശ്യകതയെക്കുറിച്ച് ദൈവത്തിന്റെ വചനാടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുമ്പോൾ അവൾക്ക് സംഭവിക്കുവാനിരിക്കുന്ന കാര്യങ്ങളുടെ ദോഷവശങ്ങളാണ് ഇതിരിക്കുന്നത് അവിടെ മുഴുവനും വിശദീകരിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത്, അവൾ എന്നുള്ള പരാമർശം ഏതാണ്ട് 30-ലധികം ഭാഗം അവിടെ നൽകപ്പെട്ടിരിക്കുകയാണ്. അതെല്ലാം എന്തെങ്കിലും അവാർഡ് ദാനം നൽകുന്നതിനോ സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ടൊന്നുമല്ല. വലിയ ബാധയും അഥവാ ദൈവത്തിന്റെ കോപവും അവർ ഏൽക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും ഈ വചനത്തിന്റെ ഈ ശുശ്രൂഷ ഉദ്ഘാടനം ചെയ്തപ്പോൾ പ്രിയ ദൈവദാസൻ പറഞ്ഞതുപോലെ തന്നെ തനിച്ചു പാർക്കുന്ന ജനം എന്നുള്ള വിഷയത്തിന് വലിയൊരു പ്രസക്തി ഇന്ന് രാത്രിയിലുണ്ട്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മറ്റനേക വിഷയങ്ങളെ കുറിച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ദൈവദാസൻ അല്ലെങ്കിൽ പാസ്റ്റർ ജോയിമോന് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാമായിരുന്നു. എന്നാൽ തനിച്ചു പാർക്കുന്ന ജനം എണ്ണത്തിൽ കുറവാണെങ്കിലും അത് എത്ര കണ്ട് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അവർ തനിച്ചു പാർക്കേണ്ടതിൻ്റെതായ ആവശ്യകത നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, 30-ലധികം പ്രാവശ്യം ഇവിടെ അവൾ എന്നുള്ള പരാമർശമുണ്ടെങ്കിൽ ഒന്നാമത്തെ പരാമർശത്തിൽ ഈ വായിച്ച വാക്യത്തിൽ മാത്രം പറയുന്നത് ഒന്ന്, അവളുടെ പാപങ്ങളിൽ കൂട്ടാളിയാകാതിരുപ്പാൻ. അപ്പോൾ ഇന്ന് രാത്രിയിൽ ഒരു വിശകലനം നമുക്ക് ആവശ്യമാണ്. ചെറിയൊരു വിശകലനം മതി. എന്താണ് പാപം? എന്താണ് പാപം, എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വിശുദ്ധ വേദപുസ്തകം പാപത്തിന് ഒരു നിർവചനം നൽകുന്നുണ്ട്. ദൈവത്തിന്റെ കൽപ്പനകൾ. 1 യോഹന്നാൻ എഴുതിയ ലേഖനം വായിക്കേണ്ട, സമയക്കുറവുകൊണ്ട് വായിക്കേണ്ട. 1 യോഹന്നാൻ എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം പറയുന്നത്, പാപം ചെയ്യുന്നവനെല്ലാം, മലയാളത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, പാപം ചെയ്യുന്നവനെല്ലാം എന്ത്? ബാക്കി നിങ്ങൾ മിണ്ടായിരിക്കരുത്. ബാക്കി പകുതിയെ ഞാൻ പറയുള്ളൂ, ബാക്കി നിങ്ങൾ പറയണം. പാപം ചെയ്യുന്നവനെല്ലാം എന്ത് ചെയ്യുന്നു? അധർമ്മവും ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. സിൻ ഈസ് ദ ബ്രേക്കിംഗ് ഓഫ് ലോ. സിൻ ഈസ് എ ബ്രേക്കിംഗ് ഓഫ് ലോ എന്നാണ് പറയുന്നത്. സിൻ ഈസ് ദ ട്രാൻസ്ഗ്രഷൻ ഓർ ബ്രേക്കിംഗ് ഓഫ് ലോ എന്ന് കർത്താവിന്റെ വചനം അഥവാ ഇംഗ്ലീഷിൽ അത് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അവളുടെ പാപങ്ങളിൽ കൂട്ടാളിയാകാതിരിപ്പാൻ അവളെ വിട്ടുപോരുവാൻ ആഹ്വാനം ചെയ്തപ്പോൾ പാപം എന്താണെന്ന് പഠിച്ചിട്ട് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചുകൊണ്ട് പാപ സ്വഭാവത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ജീവിക്കുന്ന ഒരു ജനമായിരിക്കണം ഇന്ന് രാത്രിയിൽ തനിച്ചു പാർക്കുന്ന ജനം. അതാണ് വിശുദ്ധ വേദപുസ്തകം അസന്നിഗ്ധമായി നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രഥമ ഗ്രന്ഥമെടുത്താൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ ആദ്യ മാതാപിതാക്കളെ അല്ലെങ്കിൽ ആദ്യ മനുഷ്യരെ ദൈവം സൃഷ്ടിച്ച് ഏദൻ പർദീസയിലാക്കിയിട്ട് ദൈവം അവർക്കൊരു നിയമം കൊടുത്തിട്ടുണ്ടായിരുന്നു. 2-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ പ്രകൃതിയിൽ ആവശ്യമായിരിക്കുന്ന ഏദൻ പർദീസയിലോ ആവശ്യമായിരിക്കുന്ന സകല കാര്യങ്ങളും ദൈവം അവിടെ സൃഷ്ടിച്ചാക്കിയിട്ട് അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. 2-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ, ഈ തോട്ടത്തിലുള്ള സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് ഭക്ഷിക്കാമെങ്കിലും അതിന്റെ നടുവിലുള്ള നന്മതിന്മകളെ കുറിച്ച് തിരിച്ചറിയുന്നതായ വൃക്ഷത്തിന്റെ ഫലം പറയൂ, ബാക്കി പറയൂ. നിങ്ങൾ ഉറങ്ങാതിരിക്കാനാണ് പറയുക. അത് തിന്നരുത്, അത് ഭക്ഷിക്കരുത് എന്നുള്ളതായ കൽപ്പനയാണ് കൊടുത്തത്. എന്നാൽ അവിടെ എന്ത് ചെയ്തു? അവിടെ പരീക്ഷിക്കുന്നതിന്, ആ സൃഷ്ടിച്ചതായ അല്ലെങ്കിൽ ആദ്യ മാതാപിതാക്കളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ശത്രുവായിരിക്കുന്നവർ കടന്നു വന്ന്, മഹാസർപ്പം കടന്നു വന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ വാസ്തവമായി ഏതെങ്കിലും വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കുന്നതിന് തടസ്സമായി എന്തെങ്കിലും നിയമങ്ങൾ ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഒരു സംശയം ജനിപ്പിച്ചതിന്റെ പരിണിത ഫലമായി ആ സഹോദരി
അവൾ എന്ത് ചെയ്തു? ആ ഫലം പറിച്ച് ഭക്ഷിക്കുവാനിടയായി അവളുടെ ഭർത്താവിനും കൊടുത്ത് അവരെന്ത് ചെയ്തു? പാപികളായി. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ വിശുദ്ധ വേദപുസ്തകത്തിൽ ഒന്ന് യോഹന്നാൻ എഴുതിയ ലേഖനം 3-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ വായിച്ചതുപോലെ കൽപ്പന ലംഘനം പാപമാണെങ്കിൽ പ്രഥമ മനുഷ്യർ തന്നെ, ആദ്യ മനുഷ്യർ തന്നെ അവർ പാപത്തിൽ വീണുപോകുവാൻ ഇടയായി തീർന്നു. ദൈവം കൊടുത്തതായ കൽപ്പനകൾ ലംഘിച്ച് അവരെന്ത് ചെയ്തു? പാപികളായി തീർന്നു. അതാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം നമ്മുടെ ആ പാപത്തിൽ വീണുപോയതായ മനുഷ്യരെ അവർക്ക് പാപത്തിന്റെ ശമ്പളമായി അല്ലെങ്കിൽ തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞ് ദൈവം അവർക്ക് അപ്രകാരമുള്ള കൽപ്പന കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നും അവർക്കൊരു രക്ഷകനെ നൽകിക്കൊണ്ട് ഒരു വീണ്ടെടുപ്പിന്റെ പദ്ധതി സ്വർഗീയമായ ഗവൺമെന്റ് സ്വർഗത്തിന്റെ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിൽ വിശ്വസിക്കുന്നവര് ആ വാക്തത്വത്തിൽ അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ ആ പ്രവചനത്തിൽ വിശ്വസിക്കുന്നവരാണ് ആരെന്ന് പറയുന്നത്? തനിച്ച് പാർക്കുന്ന ജനം. ആ വാക്തത്വത്തിൽ വിശ്വസിക്കുന്നവരാണ് ആരെന്ന് പറയുന്നത്? തനിച്ച് പാർക്കുന്ന ജനമെന്ന് പറയുന്നത്. അത് വിശുദ്ധ വേദപുസ്തകത്തിലെ ആദ്യത്തെ പ്രവചനമാണ്. ഒന്ന് പറയാമോ ഏതാണ് ആദ്യത്തെ പ്രവചനം? ഉൽപ്പത്തി പുസ്തകം എത്രാമത്തെ വാക്യമാണ്? 3:15. പാസ്റ്റർ അവാർഡ് സമ്മാനം ഉണ്ടെങ്കിൽ ഇപ്പം ജോയിമോൻ പാസ്റ്റർ കേട്ടാം. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ ആദ്യ പ്രവചനം 2, ചോദ്യം 2. ഇത് ആരാണ് പറഞ്ഞത്? ആരാണ് പറഞ്ഞത്? ദൈവമാണ് പറഞ്ഞത്. ഈ പ്രവചനം എന്താണ്? ദൈവമാണ് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? വായിച്ചാട്ട് ഉൽപ്പത്തി 3:15. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാകും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. ഇതിന്റെ രത്ന ചുരുക്കം പറഞ്ഞാൽ സ്ത്രീയുടെ സന്തതി എന്ത് ചെയ്യും? ഏദം പർദീസയിൽ പാപം ചെയ്യുവാൻ പ്രേരിപ്പിച്ചതായ ആ ശക്തിയുടെ തല എന്ത് ചെയ്യും? ഇന്ന് രാത്രി സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തിയാട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതാണ് തനിച്ചു പാർക്കുന്ന ജനമെന്ന് പറയുന്നത്. ആ പാപത്തിന്റെ മൂലകാരണമായിരിക്കുന്ന മഹാസർപ്പത്തിന്റെ പിശാചിന്റെ തല എന്ത് ചെയ്യും? തകർക്കും. അപ്പോൾ സ്ത്രീയുടെ സന്തതി എന്ത് ചെയ്യും? സർപ്പത്തിന്റെ തലയെ ചവിട്ടി തകർക്കും എന്നുള്ളതാ. ഇനി വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രഥമ ഗ്രന്ഥമായ അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇപ്പോൾ നമ്മൾ വായിച്ചതായ പ്രവചനത്തിന്റെ തുടർച്ചയായിട്ട് അങ്ങനെ പാപത്തിൽ വീണുപോയ മനുഷ്യനെ രക്ഷിക്കുവാൻ ഇവിടെ വേദപുസ്തകത്തിൽ അവിടെ വായിച്ചപ്പോൾ അതിന്റെ വാക്യം ഇങ്ങനെയാണ്: അവളുടെ സന്തതിക്ക് ശത്രുതമുണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും. അങ്ങനെയാണെങ്കിൽ അത് പുരുഷനാണോ സ്ത്രീയാണോ അവൻ എന്നുള്ള പരാമർശം കൊണ്ട് മനസ്സിലാക്കേണ്ടത് അതാരായിരിക്കാം? ഒരു പുരുഷനാണ്. അപ്പോൾ ആ ഭാഗം കൊണ്ട് സ്ത്രീകൾക്ക് എന്ത് ചെയ്തു? കുറച്ച് ആശ്വാസമുണ്ടായി. പക്ഷെങ്കിൽ ഒരു കാര്യം, ഈ സന്തതി ജനിക്കാതിരിക്കേണ്ടതിന് വേണ്ടിയിട്ട്, ഈ സന്തതി പാപത്തിന്റെ മൂലകാരണമായിരിക്കുന്ന പാപത്തിന്റെ ശമ്പളമായിരിക്കുന്ന മരണത്തിൽ നിന്ന് ലോക ജനത അല്ലെങ്കിൽ ആദാമിയ തലമുറകൾ മുഴുവനും വിടുതൽ പ്രാപിക്കാതിരിക്കേണ്ടതിന് വേണ്ടിയിട്ട് വളരെ ശത്രുതമുണ്ടാക്കിക്കൊണ്ട് ഈ സന്തതിയെ തകർത്ത് കളയുന്നതിനുള്ളതായ പദ്ധതി പിശാച് അന്നു മുതൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഉൽപ്പത്തി പുസ്തകം മുതൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം വരെ വായിച്ചാൽ ഈ പിശാചിന്റെ ഈ പ്രവർത്തനം അല്ലെങ്കിൽ കർത്താവായ യേശു അല്ലെങ്കിൽ സ്ത്രീയുടെ സന്തതിയായി ജനിക്കുവാനിരിക്കുന്ന സന്തതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ കഥകളാണ്, പോരാട്ടത്തിന്റെ ചരിത്ര സംഭവങ്ങളാണ് എന്ത് ചെയ്തിരിക്കുന്നത്? കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരൊറ്റ ചോദ്യം, ഈ പ്രവചനം അവിടെ അങ്ങനെ പറഞ്ഞു, ആ സ്ത്രീയുടെ സന്തതി ജനിക്കുവാൻ എത്ര വർഷം എടുത്തു? ഈ പ്രവചനം കഴിഞ്ഞ് പറയാമോ? ഒരു മാസം കഴിഞ്ഞപ്പോഴോ 2 വർഷം കഴിഞ്ഞപ്പോഴോ 5 വർഷം കഴിഞ്ഞപ്പോഴോ എല്ലാം നടന്നോ? ഇല്ല. 4000 വർഷം എടുത്തു. അപ്പോൾ 4000 വർഷം കൊണ്ടുണ്ടായ ജനതതികളെ മുഴുവനും തനിച്ചു പാർക്കുന്ന ജനമായി ഇതിൽ വിശ്വസിക്കുവാൻ അല്ലെങ്കിൽ സ്ത്രീയുടെ സന്തതിയായി കർത്താവായ യേശു ക്രിസ്തു ജനിക്കുമെന്നുള്ളതായ ആ ബോധ്യത വരുത്തുന്നതിന് വേണ്ടിയിട്ട് രാജാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും ഒക്കെയും മഹാപുരോഹിതന്മാരിലൂടെയൊക്കെയും യേശുവിന്റെ വരവിന് വേണ്ടി സൂചിപ്പിക്കുന്നതായ ശുശ്രൂഷകളിലൂടെ അവരെ എന്ത് ചെയ്തു? കടത്തിവിടുവാനിടയായി തീർന്നു. അവർക്കെല്ലാം എന്തുണ്ടായിരിക്കണം? ഇങ്ങനെ ഒരു സന്തതി വരുമെന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരിക്കണം. അതിന് ഏതാണ്ട് 4000 വർഷം എടുത്തു. അങ്ങനെ 4000 വർഷം കഴിഞ്ഞപ്പോൾ ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഈ സന്തതി എന്ത് ചെയ്തു? ജനിക്കുവാൻ ഇടയായി തീർന്നു. പെട്ടെന്ന് പുതിയ നിയമത്തിലേക്ക് വരാം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിച്ചട്ടെ. അവൾ ഒരു മകനെ പ്രസവിക്കും,
അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിപ്പുണ്ട്. നീ അവനെ യേശു എന്ന് പേർ വിളിക്കണം. അപ്പോൾ ജോസഫിന് അമ്മയായിരിക്കുന്ന, അല്ലെങ്കിൽ യോസേപ്പിന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നതായ മറിയയിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം നടക്കും എന്ന് വിവാഹ നിശ്ചയത്തിന് ശേഷം അവർ വിവാഹത്തിന് മുമ്പേ നടന്നതായ ഒരു സംഭവമായതുകൊണ്ട് യോസേപ്പ് എങ്ങനെയെങ്കിലും തന്റെ ഭാര്യ അല്ലെങ്കിൽ മറിയയെ ഉപേക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് യോസേപ്പിനോട് പറഞ്ഞൊരു കാര്യമാണ്, മറിയയെ കൂടിച്ചേർക്കുവാൻ നീ ശങ്കിക്കേണ്ട. ഉൽപ്പാദിതമായിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ്. അത് ദൈവിക പദ്ധതിയാണ്. ഉൽപ്പത്തി പുസ്തകം 3-15 വാക്യം ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 4000 വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് യോസേപ്പ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് നീ അവളെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നതിന് ശങ്കിക്കേണ്ട. ലോക അപവാദം നിനക്ക് സംഭവിച്ചേക്കാം. നീ കൂടി വരുന്ന കൂടിവരവുകളിൽ നിന്നെ ചിലപ്പോൾ പള്ളിയിൽ ചേർത്തെന്ന് വരത്തില്ല. കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോകേണ്ട സാഹചര്യങ്ങൾ ചിലക്കുണ്ടാകാം. ചിലപ്പോൾ ചില നാളുകളിൽ നിങ്ങൾക്ക് വളരെ ദുഃഖവും പ്രയാസമുണ്ടാകാം. ദേശത്തിന്റെ പല ഭാഗങ്ങളിൽ നിങ്ങൾ പലായനം ചെയ്ത് പോകേണ്ട സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ശത്രുവായിരിക്കുന്നവൻ ഈ ശിശു ജനിക്കാതിരിക്കുന്നതിനുള്ള പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് യോസേപ്പിനെ പറഞ്ഞ് ബലപ്പെടുത്തിയതിനു ശേഷം യോസേപ്പിന് വളരെ സന്തോഷമായി തന്റെ ഭാര്യയെ മറിയ എന്ത് ചെയ്തു? ഭാര്യയായിട്ട് സ്വീകരിച്ചു. അതിനുശേഷം പിശാചിന്റെ പോരാട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ആരംഭിക്കുകയാണ്. വീണ്ടും നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരാം. ഈ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചും ആ രക്ഷാകര പദ്ധതിയെ കുറിച്ചും മനസ്സിലാക്കുന്നതിന് വെളിപ്പാട് പുസ്തകം എടുത്താട്ടെ. വെളിപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 12 അതിന്റെ 1-2 വാക്യങ്ങൾ. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽ കീഴെ ചന്ദ്രൻ, അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. മതി. ഇവിടെ ഈ ശിശു വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ തനിച്ചു വാർക്കുന്ന ഒരു ദൈവജനത്തെ വാർത്തെടുക്കുന്നതായ ദൈവിക പദ്ധതി വന്നപ്പോൾ ആ പദ്ധതി അല്ലെങ്കിൽ ആ കൂട്ടായ്മയെ കുറിച്ചുള്ള പ്രവചനമാണ് ഇവിടെ കാണുന്നത്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 1-2 ഭാഗത്തിൽ സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണാൻ ഇടയായി തീർന്നു. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ. അപ്പോൾ ഇവിടെ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ ആദ്യം 18-ാം അധ്യായത്തിൽ വായിച്ചു, അവളെ വിട്ടുപോരുവാൻ എന്ന് വായിച്ചപ്പോൾ അവൾ വേറൊരു അവളാണ്. അതൊരു വേറൊരു കൊച്ചമ്മയാണ്. അതങ്ങനെ നിൽക്കട്ടെ, ആ ഭാഗം അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ വേറൊരു അവളുണ്ട്, അവളെ വിട്ടുപോരുവിന്റെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ അവൾ ആരാണ്? ദൈവത്തിന്റെ സഭയെ കുറിച്ച് പറഞ്ഞിരിക്കുക. കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പം നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം അനുസരിച്ച്, ഉൽപ്പത്തി പുസ്തകം 3-15 വായിച്ചു കേട്ട വേദഭാഗം അനുസരിച്ച് സ്ത്രീയുടെ സന്തതിയായി ജനിക്കുന്ന ആ ശിശു എന്ന് പറയുന്നത് ഇന്ന് സഭയുടെ തലയായിട്ട് 4-ാം അധ്യായം 2-ാമത്തെ വാക്യം. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടി ഉദിക്കും എന്ന് പറയുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അപ്പോൾ ഇവിടെ പറയുന്നത് പാപം മൂലമുണ്ടായിരിക്കുന്ന രോഗത്തിന്റെ രോഗോപശാന്തിയോടുകൂടി ആരുദിക്കും? നീതി സൂര്യൻ ഉദിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിന്റെ പാപപ്രശ്നത്തിന് പരിഹാരം എന്ന് പറഞ്ഞ ആരാണ്? മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിന് 21-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. അവൻ അനേകരെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിപ്പുകൊണ്ട് യോസേപ്പിനോട് പറഞ്ഞു, അവൻ എന്ത് പേര് വിളിക്കണം? യേശു എന്നവന് പേർ വിളിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അവന് യേശു എന്ന് പേർ വിളിക്കണം. അനേകരെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിക്കണം. അങ്ങനെ സ്ഥാപിതമായി തനിച്ചു പാർക്കുന്ന ഒരു ജനം, വഷളത്വമില്ലാതെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അനുസരിച്ച് പോകേണ്ട ഒരു ജനം, ആ ജനത്തിന്റെ ആ കൂട്ടായ്മയുടെ തലയായിട്ട് നിൽക്കുന്നത് ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ സഭയുടെ അടയാളം വെളിപ്പാട് പുസ്തകത്തിൽ ആലങ്കാരിക ഭാഷയിൽ കാണുന്നത് സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ എന്നാണ് പറഞ്ഞത്. ആ സൂര്യൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണെങ്കിൽ മലാക്കിയുടെ പ്രവചന പുസ്തകത്തിൽ നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ട് എന്താണ്? രോഗോപശാന്തിയോടുകൂടി എന്ത് ചെയ്യും? അവൻ ഉദിക്കും. രോഗം എന്താണ്? പാപമാണ്. പാപപ്രശ്നത്തിന്റെ അനന്തരഫലം എന്ന് പറയുന്നത് മരണമാണെങ്കിൽ മരണമില്ലാതെ, എന്നേക്കുമായി മരണമില്ലാതെ തനിച്ചു പാർക്കുന്ന ഒരു ജനത്തിന് ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകുമ്പോൾ തനിച്ചു പാർക്കുന്ന ഒരു ജനമായി, മരണമില്ലാത്ത ജനമായിട്ട് എന്ത് ചെയ്യാണ്? തീരാൻ പോവുകയാണ് ചെയ്യുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 14-ാമത്തെ വാക്യം കൂടെ നമുക്ക് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം.
കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ എന്ത് ചെയ്യണം? ധരിച്ചുകൊള്ളുവീൻ. അപ്പോൾ സഭ ധരിച്ചിരിക്കുന്ന ആരെയാണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇനി കാൽക്കീഴ് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഈ സഭയ്ക്ക് ലഭിക്കുന്ന ഉപദേശങ്ങൾ, ചന്ദ്രനെ സംബന്ധിച്ച് സയൻസ് പഠിക്കുന്നവർക്കറിയാം, അതിന് സ്വയമേ എന്തുമില്ല, വലിയ വെട്ടമൊന്നുമില്ല, വെട്ടമൊട്ടും ഇല്ല. അങ്ങനെ സാറേ, വെട്ടമൊട്ടും ഇല്ല, അങ്ങനെ ശരിയല്ലേ? വെട്ടമൊട്ടും ഇല്ലെന്നാ. അപ്പോൾ വെട്ടമൊട്ടും ഇല്ലാത്തപ്പോൾ പുള്ളി പ്രകാശിക്കുന്നത് എങ്ങനെയാ? അപ്പൊ സൂര്യനിൽ നിന്നുള്ള പ്രകാശമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചന്ദ്രനിൽ തട്ടുന്നത്. അപ്പോൾ കാൽക്കീഴ് ചന്ദ്രനാണെങ്കിൽ ഉയരങ്ങളിൽ തലയായവനിൽ നിന്നുമുള്ള നിർദ്ദേശങ്ങൾ അവിടുന്ന് ലഭിക്കുന്നതായി വെളിച്ചമാണ് എവിടെ ലഭിക്കുന്നത്? ദൈവസഭയ്ക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവസഭയ്ക്ക് വെളിച്ചമായി പരിണമിക്കുന്ന ഒന്നുണ്ട്. എന്താണ്? വിശുദ്ധ വേദ പുസ്തകം. ഇതിനകത്ത് ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിലൂടെയുള്ള വെളിച്ചമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ദൈവസഭയ്ക്കകത്ത് വ്യാപിക്കേണ്ടത്. അതാണ് ആർക്ക് അടിസ്ഥാനമായിരിക്കുന്നത്? തനിച്ചു പാർക്കുന്ന ജനം എന്ന് പറയുന്ന ജനത്തിന് അഭിമാനമായിരിക്കേണ്ടത്, അടയാളമായിരിക്കേണ്ടത്. ഇനി വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമുക്ക് വീണ്ടും കടന്നു വന്നുകൊണ്ട് തുടർച്ചയായിട്ട് 12-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 12-ന്റെ 3 നമ്മൾ മുമ്പ് വായിച്ചതിന്റെ തൊട്ടടുത്ത വാക്യം. അവൾ ഗർഭിണിയായി നോവ് കെട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം. അവിടെ തന്നെ കാണുന്നു, സ്വർഗത്തിൽ തന്നെ അടുത്തൊരു ദർശനം തൊട്ടടുത്ത വാക്യത്തിൽ കാണുകയാണ് ചെയ്യുന്നത്. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ. അത് നമ്മൾ അതിന്റെ അർത്ഥം നമ്മുടെ പശ്ചാത്തലം മനസ്സിലാക്കി. തൊട്ടടുത്ത വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണിച്ച മറ്റൊരു അടയാളം കാണാറായി. അവിടെ ഒരു 7 തലയുണ്ട്, 10 കൊമ്പുണ്ട്, തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം. അപ്പോൾ അവിടെ 7 തലയുണ്ട്. ആ 7 തല എന്ന് പറയുന്നത് അതിന്റെ രത്നച്ചുരുക്കമൊക്കെ ഇന്ന് രാത്രി വിശദീകരിക്കാൻ പോയ ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടത് കൊണ്ട് ഇന്നൊരു 12 മണി ആയാലും നിങ്ങൾക്ക് എന്ത് ചെയ്തില്ല, പോക്കി നടക്കത്തില്ല. അതുകൊണ്ട് അല്പം നേരത്തെ പോകേണ്ടത് കൊണ്ട് 7 തലയുടെ വിശദീകരണങ്ങളൊക്കെ അധികമായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ചുരുക്കത്തിൽ ഒരു ഭാഗം പറയാം. 7 തല എന്ന് പറയുന്നത് ഭരണ സംവിധാനങ്ങളാണ്, അല്ലെങ്കിൽ 7 മലയാണ്. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. വായിക്കേണ്ട 7 ഭരണ സംവിധാനങ്ങളെയും അല്ലെങ്കിൽ സാമ്രാജ്യങ്ങളെയും അല്ലെങ്കിൽ അവർ രാജാക്കന്മാരാകുന്നു എന്ന് വെളിപ്പാട് പുസ്തകം 17-ന്റെ 10 നമ്മൾ വായിക്കുകയാണ്. ഒറ്റക്കാര്യ സംഭവം മാത്രം. 7 രാജമുടിയുമായി തീ നിറമുള്ള ആരാണ്? മഹാസർപ്പം എന്ന് പറയാണ്. പുള്ളിയുടെ ജോലിയാണ് ഇനി അറിയാൻ പോകുന്നത്. വേറെ നമ്മളൊരു കൊച്ചമ്മ മാറി നിപ്പുണ്ടല്ലോ, 18-ാം തീയതി 31 പ്രാവശ്യം കൊണ്ട് 30 ഈ കൊച്ചമ്മയ്ക്ക് വരും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. 4-ാമത്തെ വാക്യം. വാൽ കൊണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളില് 3-1 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എന്ത് ചെയ്തു? എറിഞ്ഞു കളഞ്ഞു. സ്വർഗീയമായിരിക്കുന്ന ദൂതന്മാരുടെ എരിയിൽ പിശാച് പ്രവർത്തിച്ച് തന്റെ ദുരുപദേശ പദ്ധതിയെക്കുറിച്ച് യേശുക്രിസ്തുവിനെ എതിരായിട്ട് ദൈവസഭയ്ക്കെതിരായി പ്രവർത്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സ്വർഗത്തിൽ തന്നെ പുള്ളി പ്രവർത്തനം ആരംഭിച്ചു. അതിൽ 3-1 വീഴ്ത്തിക്കൊണ്ട് പുള്ളി എന്ത് ചെയ്തിരിക്കുക? ഇലക്ഷൻ വോട്ടിട്ടെന്ന് പറഞ്ഞ പോലെ സംഗതി വിജയിച്ചിരിക്കുക. 3-1 എന്ത് ചെയ്തു? പിടിക്കാനിടയായി തീർന്നു. പിടിച്ചു. പിന്നെ അടുത്ത ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കലേക്കും അവിടുത്തെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. മതി. ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചായിരുന്നുവെന്നും യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ എന്ന് പറയുന്നത് 33.5 വർഷമായിരുന്നുവെന്നും ഏകദേശം 30 വയസ്സായപ്പോൾ യേശുവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചു എന്നൊക്കെയും ദൈവവചനത്തിലെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇരുമ്പ് കോൽ കൊണ്ട് മേയ്പ്പാനുള്ള ആൺകുട്ടി പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കിലേക്കും അവന്റെ സിംഹാസനത്തിലേക്ക് പെട്ടെന്ന് എടുക്കപ്പെട്ടു. ഈ പ്രവചനം സൂചിപ്പിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം, അതിനുശേഷമുള്ള 3.5 വർഷക്കാലത്തെ പരസ്യ ശുശ്രൂഷ, അതിന് ശേഷമുള്ളതായ യേശുക്രിസ്തുവിന്റെ മരണം, അതുപോലെ അടക്കം, പുനരുത്ഥാനം, ഇത് ഈ സംഗതികളെ, ഈ കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഭാഗമാണ് ദൈവത്തിന്റെ വചനത്തിൽ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പരസ്യ ശുശ്രൂഷയുടെ ഭാഗമായി ഇവിടെ കാണുവാൻ കഴിയുന്നത് ഇരുമ്പുകൾ കൊണ്ട് മേയ്പ്പാനുള്ള ആൺകുട്ടി ആരാണ്? യേശുവാണ്. അങ്ങനെ യേശുവിന്റെ പരസ്യ ശുശ്രൂഷ ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് പൂർത്തീകരിച്ച് സ്വർഗത്തിലേക്ക് എന്ത് ചെയ്തു? എടുക്കപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ എടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, യേശു അങ്ങനെ എടുക്കപ്പെട്ടെങ്കിൽ ഭൂമിയിൽ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ജനമുണ്ട്. അതാണ് ഈ നോട്ടീസിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത്. ആരാണ്?
പാർക്കുന്ന ഒരു ജനം. ഇവിടെ ഈ സ്ഥലത്തുമുണ്ട്, കൊട്ടാരക്കരയിലുമുണ്ട്, ലോകവ്യാപകമായി ഏത് സ്ഥലത്ത് ചെന്നാലും ഒരു കൂട്ടം ജനം എന്ത് ചെയ്യുന്നുണ്ട്? തനിച്ച് പാർക്കുന്ന ഒരു ജനമുണ്ട്. അതിന്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അവർക്ക് പീഡനങ്ങൾ ഉണ്ടായി. പിശാച് എന്ത് ചെയ്യുന്നു? ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനങ്ങൾക്ക് ശേഷം ലോകവ്യാപകമായി തനിച്ച് പാർക്കുന്ന ഒരു ജനത്തെ പിശാച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വിവിധ രീതികളിൽ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് പീഡനങ്ങളെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മാർഗം വിശ്വസിക്കുന്നതായ വ്യക്തികൾക്ക് മുന്നോട്ട് പോകുവാൻ പറ്റാത്തതായ പല വിധത്തിലുള്ളതായ പീഡനങ്ങൾ, ഉപദ്രവങ്ങൾ അഴിച്ചുവിട്ടു. കൊലയാണെങ്കിൽ കൊല, അവരെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി, നിഷ്കാസനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിശാച് ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു പൂർത്തീകരണ പ്രവചനമെന്ന നിലയിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ അത് സംഭവിക്കുകയും ചെയ്തു. പക്ഷെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനവും മരണവും സ്വർഗാരോഹണവും വീണ്ടും കർത്താവായ യേശു ക്രിസ്തു തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ വീണ്ടും വരുമെന്നുള്ളത് പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. ഇനി ഒരു അത്ഭുതം മാത്രമേ ഈ ലോകത്തിൽ നടക്കുവാനുള്ളത്. എന്തെന്നറിയാമോ? എന്റെ ആത്മനാഥനായ കർത്താവ് തന്റെ ഭക്തന്മാരെ, ഭക്ത ശിരോമണികളെ ചേർക്കുന്നതിന് വേണ്ടി വീണ്ടും വരുന്നതായ വലിയ അത്ഭുതകരമായ ശുശ്രൂഷയാണ്, അത്ഭുതകരമായ കാര്യമാണ് ലോകത്തിൽ നടക്കുവാനിരിക്കുന്നത്. അതുകൊണ്ട് തനിച്ചു പാർക്കുന്ന ജനമെന്ന നിലയിൽ നാം എങ്ങനെയുള്ളവരായിരിക്കണം? സന്തോഷം ഉണ്ടെങ്കിൽ ഒന്ന് കരങ്ങൾ ഉയർത്തിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറഞ്ഞാട്ടെ, പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അതാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. അങ്ങനെ ഇനി 6-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാം. ഇങ്ങനെ ഈ തനിച്ചു പാർക്കുന്ന ജനത്തെ എന്താണ് ചെയ്യുന്നത്? വെളിപ്പാട് ദിവസം 12:6. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി, അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി എന്ന് പറഞ്ഞാൽ ദേശത്ത് എവിടെയായിരുന്നോ ആത്മീയ ശുശ്രൂഷയിൽ മുന്നേറി ഈ തനിച്ചു പാർക്കുന്ന ജനം ഉണ്ടായിരുന്നത്, അവരെ പാർക്കുവാൻ, അവർക്ക് സുവിശേഷ വിഹിത പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ള അവസരം അവർക്ക് എന്ത് ചെയ്തില്ല? ഉണ്ടായില്ല. ലോക സാമ്രാജ്യ ശക്തികളിലൂടെ ദൈവത്തിന്റെ സഭയെ ഉപദ്രവിക്കുവാൻ അവർ മുന്നോട്ട് കടന്നു വന്ന് പീഡനം അഴിച്ചുവിട്ടത് കൊണ്ട് അവർ പാലായനം ചെയ്ത് വിവിധങ്ങളായിരിക്കുന്ന ദേശങ്ങളിലും മലയടിവാരങ്ങളിലും ഗുഹകളിലും ഒക്കെ പാർക്കണം. പുതിയതായ ചില പ്രദേശങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ആ പ്രദേശത്തേക്കൊക്കെ കുടിയേറി പോകേണ്ടതായ സാഹചര്യം ഉണ്ടായി. അതിന് തീവ്രമായ ഉപദ്രവങ്ങൾ, ദൈവസഭയ്ക്ക് പീഡനം അനുഭവിച്ചതായ സമയ കാലഘട്ടം എന്ന് പറയുന്നത് വേദപുസ്തകം പഠിക്കുന്നവർ മനസ്സിലാക്കിയിരിക്കണം. 1260 വർഷം ദൈവസഭയ്ക്ക് എന്ത് ചെയ്യുന്നു? മഹാപീഡനങ്ങളിലൂടെയും കഷ്ടങ്ങളിലൂടെയും പോകേണ്ടതാണ്. AD 538 മുതൽ 1798 വരെയുള്ളതായ ചരിത്ര സംഭവങ്ങൾ പഠിപ്പിക്കുന്നതാണ്. ഇതിനെതിരായി അല്ലെങ്കിൽ തനിച്ചു പാർക്കുന്ന ജനത്തിന് ദേശത്ത് പാർത്തുകൊണ്ട് വിശ്വസ്തയോടുകൂടി ദൈവത്തെ ആരാധിക്കുവാൻ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ഉയർത്തുവാൻ അവർക്ക് എന്ത് ചെയ്തിട്ടില്ല? കഴിഞ്ഞിട്ടില്ല. വേദപുസ്തകം വായിക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. വേദപുസ്തകം വിവർത്തനം ചെയ്തുകൊണ്ട് മറ്റ് ഭാഷകളിലേക്ക് അവർ ആയിരിക്കുന്ന സ്വന്തം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത് കൊണ്ടുവരുവാൻ കഴിഞ്ഞില്ല. എന്തിനേറെ പറയുന്നു, ഉദയംപേരൂർ സൂനകദോസിൽ എടുത്ത തീരുമാനം സുറിയാനി ബൈബിളുകൾ, സുറിയാനി ഭാഷയിലുള്ള ബൈബിളുകൾ മുഴുവൻ ഓരോ ഭവനങ്ങളിലും കയറി തിരിച്ചു മേടിച്ചുകൊണ്ട് തീക്കിരയാക്കി അത് നശിപ്പിച്ച് കളയുവാൻ ഇടയായി തീർന്നു. കാരണം അതിനകത്തുള്ള ചരിത്ര പശ്ചാത്തലങ്ങൾ പ്രാദേശികമായിരിക്കുന്ന ജനങ്ങൾ വായിച്ചാൽ അവർ അത് മനസ്സിലാക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനേക വേദപുസ്തകങ്ങൾ, ആയിരക്കണക്കിന് വേദപുസ്തകങ്ങൾ വീടാന്തരം കയറി ഇറങ്ങിയിട്ട് അത് മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞപ്പോൾ പിന്നീട് വന്ന ജനതയ്ക്ക് വേദപുസ്തകം വായിക്കുവാൻ ഇല്ലാത്തത് കൊണ്ട് ഇതിനകത്തുള്ള ആലേഖനം ചെയ്യപ്പെട്ടിരുന്ന കാര്യങ്ങൾ അനേക തലമുറകളിൽ നിന്ന് എന്ത് ചെയ്തു? അത് നിഷ്കാസനം ചെയ്യുവാൻ, ഇല്ലായ്മ ചെയ്ത് നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ വചനം നമ്മുടെ കരങ്ങളിലുണ്ട്. എനിക്കും നിങ്ങൾക്കും വായിക്കുവാൻ നമ്മുടേതായ ഭാഷകളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് കൊണ്ട് തനിച്ചു പാർക്കുന്ന ജനം എന്തുകൊണ്ട് ഞാൻ തനിച്ചു പാർക്കുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കുവാൻ കഴിയും. അതാണ് ഏറ്റവും വലിയ സത്യമെന്ന് പറയുന്നത്. ദൈവം നമ്മളെ സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും വലിയ അവസരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതല്ലോ, പിശാച് എപ്പോഴും ഉപദ്രവിക്കുന്നതിനുള്ള, പീഡനങ്ങളെ അഴിച്ചുവിട്ടുകൊണ്ടുള്ള പദ്ധതികളായിരുന്നു. അതിന് നമ്മൾ കണ്ടപ്പോൾ അത് രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ 7 തലയുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവിടെ പരാമർശിക്കുവാൻ ഇടയായി തീർന്നു. അതിന്റെ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തു ജനിക്കുമെന്നുള്ള ബോധ്യത പിശാചിനുണ്ടായിരുന്നു. എന്നാൽ ഇത് എവിടെ എപ്പോൾ ജനിക്കുമെന്ന് അറിയത്തില്ലാത്തത് കൊണ്ട് ഒന്നാമത്തെ ഉപദ്രവം എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. പുറപ്പാട് പുസ്തകം 1:22. പുറപ്പാട് 1:22 വായിച്ചാട്ടെ. പിന്നെ ഫറവോൻ തന്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിൽ ഇട്ടുകളയണമെന്നും ഏത് പെൺകുട്ടിയെയും
ജീവനോടെ രക്ഷിക്കണമെന്നും കൽപ്പിച്ചു. അപ്പൊ നിങ്ങൾ മനസ്സിലായോ, നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ളൊരു സുദിനമാണ്. കാരണം എന്താ വെച്ചാൽ ഉൽപ്പത്തി 3:15 പ്രവചനം പറഞ്ഞപ്പോൾ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജനിക്കാൻ പോകുന്ന കുട്ടി അല്ലെങ്കിൽ പാപങ്ങളിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുവാൻ പോകുന്നത് ആരാണ്? അവൻ എന്ത് ചെയ്യുന്നു? നിന്റെ തല തകർക്കും. അവളും നല്ലല്ലോ പറഞ്ഞേ, അവളുടെ ഈ ഭാര്യയൊന്നും കൊടുത്താൽ ഒക്കത്തില്ല. ആരുടെയിലാണ്? സ്വർഗത്തിന്റെ പദ്ധതിയാണ് അവന്റെ കയ്യിൽ കൊടുക്കപ്പെട്ടിരിക്കുക. അതുകൊണ്ട് ലോക സാമ്രാജ്യങ്ങളിലൂടെ യേശു ജനിക്കാതിരിക്കുന്നതിന് വേണ്ടി പദ്ധതികളെ ഒരുക്കിക്കൊണ്ട് തകർക്കുവാൻ ശ്രമിച്ചപ്പോൾ ഇവിടെ പറയുന്നത് ഈജിപ്ത് എന്ന് പറഞ്ഞാൽ മിസ്രൈമിലാണ്. മിസ്രൈമിലൂടെ ദൈവത്തിന്റെ ജനം അവിടെ അടിമകളായി ജീവിച്ചപ്പോൾ യോസേഫിനെ അറിയാത്തതായ ഒരു ഫറവോന് കാര്യം മനസ്സിലായി. ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നു. നാളെ ഞങ്ങളും മിസ്രൈമരുമായിട്ട് ഈജിപ്തിയരുമായിട്ട് ഒരു യുദ്ധമുണ്ടായാൽ നമ്മൾ പരാജയപ്പെടുന്നത് കൊണ്ട് പെൺപിള്ളേരൊക്കെ അവിടെ കഴിഞ്ഞു കൂടട്ടെ, ഒരൊറ്റ ആൺപിള്ളേർ എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല. എന്താ ലക്ഷ്യം? എന്താ ആൺപിള്ളേരോട് തന്നെ ഇത്ര വൈരാഗ്യം? എന്താ കാര്യം? ഇവരിൽ പ്രവർത്തിക്കുന്ന ആരാ അവരിൽ പ്രവർത്തിക്കുന്നത്? ഇന്നും അതുപോലെ തന്നെയാണ് പിശാച് തലമുറകളിൽ പോരാടിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. കാരണം ആൺകുട്ടികളോട് കൂടുതൽ പോരാട്ടം പെൺകുട്ടികളോടും ഉണ്ട് കേട്ടോ. എല്ലാവരോടും പോരാടിക്കൊണ്ടിരിക്കുക. ഇത് മനസ്സിലാക്കണം, വചനാടിസ്ഥാനത്തിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അപ്പോൾ 7 തലകൾ, 7 സാമ്രാജ്യങ്ങളാണെന്ന് നമ്മൾ കണ്ടു, 7 രാജാക്കന്മാരാണെന്ന് കണ്ടു. ഒന്നാമത്തെ ഉപദ്രവം യേശു ജനിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആൺകുട്ടികളെ മുഴുവൻ നശിപ്പിച്ചു കളയുവാനുള്ളതായ പദ്ധതി. 2 അസീറിയക്കാർ, അത് ദൈവവചനം വായിക്കേണ്ട, ഇസ്രായേല് 10 യഹൂദ 2 ഗോത്രങ്ങളുമായിട്ട് പിരിഞ്ഞു പോകാൻ ഇടയായി കഴിഞ്ഞപ്പോൾ 10 ഗോത്രങ്ങളായിരിക്കുന്ന ഇസ്രായേലിനെ മുഴുവനും അസീറിയക്കാർ എന്ത് ചെയ്തു? നശിപ്പിച്ചു കളയി. ചരിത്രത്തിൽ ഇടം പ്രാപിക്കാൻ പറ്റാതെ ശേഷിച്ച 2 ഗോത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് അവശേഷിക്കാതെ അസീറിയൻ സംസ്കാരത്തിലുള്ള അസീറിയക്കാർ എന്ത് ചെയ്തു? നശിപ്പിച്ചു കളയാനിടയായി തീർന്നു. 3 എന്ന് പറയുന്നത് ബാബിലോണാണ്. പിന്നോട്ട് വരുന്ന നമുക്കറിയാം, ലോക സാമ്രാജ്യങ്ങളെ കുറിച്ച് അറിയാം. ബാബിലോൺ എന്ത് ചെയ്തു? യഹൂദ രാഷ്ട്രത്തെ നെബൂഖദ്നേസർ രാജാവ് മുഖാന്തരം അവരെന്ത് ചെയ്തു? അടിമത്തത്തിലേക്ക് കൊണ്ടുപോകാനിടയായി തീർന്നു. എന്തിനാ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്നത്? അവരുടെ തലമുറകളെ നശിപ്പിച്ച് കളയുന്നതിനുള്ള പദ്ധതിയാണ് 3ാമത്തെ സാമ്രാജ്യം. 4 മേദ്യ പേർഷ്യ സംസ്കാരമാണ് അടുത്ത് 4ാമത്തേത് എന്ന് പറയുന്നത്. അത് 4ാമത്തെ സംസ്കാരത്തിലൂടെ ഹാമാന്റെ നേതൃത്വത്തിൽ അവിടുന്ന് കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞപ്പോൾ ഭൂമിയിലുള്ള ലോകരാജ്യങ്ങളിലുള്ള ഏതെല്ലാം പ്രദേശങ്ങളിലുണ്ടോ യഹൂദന്മാർ എവിടെയെല്ലാം ഉണ്ടോ സകല യഹൂദന്മാരെയും എന്ത് ചെയ്യണം? യേശുക്രിസ്തു എവിടെ ജനിക്കുന്ന പ്രവചനം? യഹൂദ ഗോത്രത്തില. അങ്ങനെയാണെങ്കിൽ സകല യഹൂദന്മാരെ നശിപ്പിച്ചു കളഞ്ഞ ആര് ജനിക്കുകയല്ല? മനസ്സിലായി? ഇതാണ് പിശാചിന്റെ പദ്ധതി. പിശാചിന് അറിയത്തില്ല ഇത് എപ്പോൾ എവിടെ ജനിക്കും എന്നുള്ള അറിയത്തില്ല. അതിന്റെ ചരിത്രം വേറെയാണ്. അത് വേറൊരു പ്രസംഗം പിന്നെ പറയും. പിന്നെ സമയം കിട്ടുമ്പോൾ പിന്നെ അത് ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് പുള്ളിക്ക് ഇത് അറിയാൻ പറ്റുന്നില്ല? അതുകൊണ്ട് നമ്മുടെ ചില കാര്യങ്ങളൊന്നും ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരത്തില്ല. പറയാതൊക്കെ ചില കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടി വരും. ജോയി മുംബാസിന് അറിയാം അതിന്റെ കാര്യം. അതുകൊണ്ട് ഹാമാന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? സകല യഹൂദന്മാരെയും എന്ത് ചെയ്തു? നശിപ്പിച്ച് കളയുന്നതിനുള്ള പദ്ധതി ഒരുക്കി. അത് കഴിഞ്ഞ് ഗ്രീക്ക് സാമ്രാജ്യത്തിലൂടെ, ഇത് സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ അന്ത്യോക്യസ് എപ്പിഫാനസിന്റെ കാലത്ത് യഹൂദന്മാർക്ക് എന്ത് ചെയ്തു? പൂർണ്ണമായ പീഡനങ്ങളും ഉപദ്രവങ്ങളും സഹിക്കേണ്ടി വന്നു. അത് 4ാമത്തെ കാര്യമായിട്ട്. അടുത്ത് 5ാമത്തെ കാര്യമായിട്ട്, 6ാമത്തെ കാര്യം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനന സമയത്ത് ഈ ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാമ്രാജ്യമാണ് റോമ സാമ്രാജ്യത്തിന്റെ സമയത്ത് മത്തായിയുടെ സുവിശേഷം 2ാം അധ്യായം അതിന്റെ 16ാമത്തെ വാക്യം അതൊന്ന് വായിച്ചു പോകാം. കാരണം ഒന്ന് വായിച്ച് ആരെങ്കിലും അപരിചിതരായിരിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ, പന്തലിൽ ആരെങ്കിലും ഭവനത്തിലോ ഇരുന്ന് എവിടെങ്കിലും ഇരുന്ന് കേൾക്കുന്നെങ്കിൽ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി തെളിവായിട്ട് ആ വാക്യം ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 2ാം അധ്യായം അതിന്റെ 16ാമത്തെ വാക്യം. റോമ സാമ്രാജ്യത്തിന്റെ കാലയളവിൽ കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നു. വായിക്കാം. വിദ്വാൻമാർ തന്നെ കളിയാക്കി. വിദ്വാൻമാർ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനന സമയത്ത് അറിയിപ്പ് ലഭിച്ച വിദ്വാൻമാർ കൊട്ടാരത്തിൽ ചെന്നിട്ട് അവർ ചോദ്യം ചോദിക്കുന്നുണ്ട്. 2ാം അധ്യായം 1ാമത്തെ വാക്യം വായിക്കേണ്ട. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ. അപ്പോൾ വിദ്വാൻമാർക്ക് കാര്യം മനസ്സിലായി, ഇവിടെ ഒരാൾ ജനിക്കും. വിദ്വാൻമാർക്ക് കാര്യം മനസ്സിലായി, ഇവിടെ ഒരാൾ ജനിക്കും. അതാണ് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ. ഇവിടെ ജോയിമ വായിച്ചട്ടെ. വിദ്വാൻമാർ തന്നെ കളിയാക്കിയെന്ന് ഹെരോദാവ് കണ്ട് വളരെ കോപിച്ചു. വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിനൊത്തവണ്ണം 2 വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെ ഒക്കെയും ബേത്ലഹേമിലും അതിന്റെ എല്ലാ അതിരുകളിലും ആളയച്ച് കൊല്ലിച്ചു. അങ്ങനെ കൊല്ലിക്കുകയാണെങ്കിൽ ആ പദ്ധതിയിൽ ആര് മരിക്കും? യേശു ജനിച്ചിരിക്കുക. റോമ സാമ്രാജ്യത്തിൽ ആര് ജനിച്ചിരിക്കുക? യേശു ജനിച്ചിരിക്കുക. അപ്പോൾ വിദ്വാൻമാർ തന്നെ കളിയാക്കി എന്നുള്ള കാരണങ്ങൾ കൊണ്ട് ആദ്യം അവരോട് പറഞ്ഞു വിട്ടു, നല്ല കാര്യം, എനിക്കും വന്നൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാ, എവിടെ ജനിച്ചെന്നൊന്ന് വന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്റായും വണ്ടിക്കൂലിയും വഴിച്ചെലവും തരികയും ചെയ്യാം. എനിക്ക് എന്ന് എന്ത് ചെയ്യാം? ഒന്ന്
നല്ല കാര്യമാണ് പറഞ്ഞു. പക്ഷേ ആത്മാവ് അവരോട് പറഞ്ഞു ഇവർക്ക് നല്ല താല്പര്യമായിരുന്നു, കാരണം കൊട്ടാരത്തിൽ ഇത് വന്ന് അറിയിക്കുക എന്നുള്ള നല്ല കാര്യമാണ്. പക്ഷേ ഇത് അറിയിക്കാമെന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. ഈ കാര്യം മനസ്സിലാക്കിയ ആൾ സ്വർഗത്തിൽ നിന്ന് ദൂതനെ അയച്ചു പറഞ്ഞു ആ വഴിക്ക് പോയേക്കരുത്, പുള്ളിയുടെ പദ്ധതി വേറെയാ. ഇത് 4000 വർഷം കഴിഞ്ഞിട്ടുള്ള ദൈവത്തിന്റെ ഉൽപ്പത്തി 3:15 പറഞ്ഞ പദ്ധതിയുടെ പൂർത്തീകരണോ. അതുകൊണ്ട് നിങ്ങൾ ഇനി മേലാൽ എന്ത് ചെയ്തിരിക്കുന്നത്, ആ വഴിക്ക് പോക്കരുത്. നിങ്ങൾ കൊച്ചിനെ കണ്ടിട്ട് എന്ത് ചെയ്തോണം, വേറെ വഴിക്ക് പൊക്കോണം. അവർ എന്ന് കണ്ടിട്ട് അവരവരുടെ വഴിക്ക് പോയി. അവർ ആരാധിക്കുകയും ചെയ്തു, സ്തുതിക്കുകയും ചെയ്തു, അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർ പോയി. ഈ പുള്ളിക്ക് കാര്യം പിടികിട്ടിയില്ല. പുള്ളി മനസ്സിലാക്കി ഇവർ വന്നിട്ട് പോയ സമയം വെച്ച് കണക്കാക്കി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു 2 വയസ്സ് 2 വർഷമെങ്കിലും കഴിഞ്ഞു കാണും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതുവരെയുള്ള സകല കുഞ്ഞുങ്ങളെ എന്ത് ചെയ്തേക്കാം, 2 തന്നെ. സകല കുഞ്ഞുങ്ങളെ ഇല്ല, ആരേ ഉള്ളൂ അവിടെ നിങ്ങൾ രക്ഷപ്പെട്ട്, ആൺകുഞ്ഞുങ്ങളെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് പിശാചി തെരഞ്ഞു പിടിച്ച്, പിശാചിന് കൃത്യമായിട്ട് അറിയാം അവൻ നിന്റെ തല തകർക്കുമെന്നുള്ള പദ്ധതി എന്ത് ചെയ്തു. 6ാമത്തെ റോമൻ സാമ്രാജ്യത്തിന്റെ കാലയളവിൽ യേശുക്രിസ്തു ജനിക്കുമ്പോഴും ഹെരോദ രാജാവിലൂടെ അവിടെയും ഒരു പദ്ധതി ഒരുക്കുകയാ ചെയ്യുന്നത്. 7ാമതൊരു തല കൂടെ ഉണ്ട്. ആ തലയാണ് 18ാമത്തെ അധ്യായത്തിൽ നമ്മളൊരു കൊച്ചമ്മയെ മാറ്റി നിർത്തിയിട്ടുണ്ടല്ലോ. ആ കൊച്ചമ്മയാണ് ഇവിടെ പ്രശ്നം. 17 ആ കൊച്ചമ്മയുടെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എല്ലാം ഒന്നും ഞാൻ പറയത്തില്ല, കുറച്ചേ പറയുള്ളൂ, അതും പ്രത്യേകം ഓർത്തിരിക്കുക. 7ാമത്തെ പരിശുദ്ധ റോമ സാമ്രാജ്യം എന്ന് പറഞ്ഞ ഒരു സാമ്രാജ്യത്തെ വേർപെടുത്തി നിർത്തുകയാണ് ചെയ്യുന്നത്. ആ പരിശുദ്ധ റോമ സാമ്രാജ്യത്തെ കുറിച്ചും പറയണമെങ്കിൽ വെളിപ്പാട് പുസ്തകം 17ാം അധ്യായം 3ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അത് വായിച്ചിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകാം. വെളിപ്പാട് പുസ്തകം 17:3. ഇന്ന് രാത്രി നമ്മൾ ഓർത്തിരിക്കണം, ഇതെല്ലാം യേശുവിന്റെ ജനനത്തിന് തടസ്സമായി പാപന്ധകാരത്തിൽ വീണതായ ജനം വിടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടി, മരണത്തിൽ നിന്ന് വിടുതൽ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവചനത്തിന്റെ പൂർത്തീകരണം എന്ന നിലയിൽ സ്വർഗീയ പദ്ധതിക്ക് തടസ്സം വരുത്തിക്കൊണ്ട് പിശാചിന്റെ പ്രവർത്തനങ്ങളാണ് കാണുന്നത്. ഇതൊക്കെ അലങ്കാരിക ഭാഷയിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും അത് മനസ്സിലാക്കണമെന്നില്ല. തനിച്ചു വാർക്കുന്ന ജനത്തിന് മനസ്സിലാകും. ആമേൻ. വായിച്ചട്ടെ. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടും ചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. മർമ്മം മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ കൊച്ചമ്മ. ഈ കൊച്ചമ്മയുടെ കാര്യം എന്ന് പറഞ്ഞ കയ്യിൽ ഒരു പാനപാത്രം പിടിച്ചിരിക്കുക. ആ പാനപാത്രത്തിന് തനിച്ചു പാർക്കുന്ന ജനത്തിനെ മ്ലേച്ഛതയിലേക്കും അശുദ്ധിയിലേക്കും നയിക്കുന്നതിനുള്ള സകല കാര്യങ്ങളും അവിടെയുണ്ട്. അത് ആരാധനയിലാണെങ്കിലും അല്ലാത്ത ഏത് രീതിയിലാണെങ്കിലും താഴോട്ട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യമെല്ലാം ഉണ്ട്. പിന്നെ പുള്ളിക്കാരുടെ ഉടുപ്പ് ഇരിക്കുന്ന എന്താണ് ആ മൃഗത്തിന്റെ കളർ നോക്കിക്കഴിഞ്ഞാൽ എന്താ കളറ്, അതും ചുവപ്പ്. പുള്ളിക്കാരിക്ക് ചുവപ്പ് വലിയ ഇഷ്ടമാണ്. ഏതായാലും ഭാഗ്യത്തിന് ഇവിടെ ചുവപ്പൊന്നും കണ്ടില്ല. ഭാഗ്യത്തിന് ചുവപ്പ് എനിക്കറിയാം. അത് വെള്ള തന്നെ മാറ്റിയതിൻ്റെ കാരണമൊക്കെ എനിക്കറിയാം. കാരണം തനിച്ചു പാർക്കുന്ന ജനത്തിൻ്റെ അടയാളം വെള്ളയാണ്. അപ്പോൾ അത് പ്രത്യേകം. അതുകൊണ്ട് നിങ്ങൾ മഞ്ഞയും കളറിട്ടതും കുറ്റമല്ല പറഞ്ഞത്, പിന്നെ പാസ്റ്റർ പറഞ്ഞോണം. തനിച്ചു പാർക്കുന്ന ജനത്തിൻ്റെ അടയാളം വെള്ളയാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ള ഇട്ടെന്നും പറഞ്ഞൊന്നും അങ്ങ് പോകാൻ പറ്റുമെന്ന് ഉറപ്പൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഇത് ഇട്ടാൽ മതിയോ പാസ്റ്റർ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഇറങ്ങി പോകാൻ വേണ്ടി നിൽക്കും. എനിക്ക് ഇടുക്കിക്ക് പോകേണ്ടതാണ്. അപ്പോൾ അതൊക്കെ വന്ന് നിൽക്കുമ്പോൾ പക്ഷേ വെള്ള ഇട്ടാൽ എല്ലാവരും പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാക്കാരും നിൽക്കരുതെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുക ചെയ്യുന്നത്. അപ്പോൾ വസ്ത്രം എന്ത് ചെയ്യുന്ന പുള്ളിക്കാരി ഇരിക്കുന്ന മൃഗവും ചുവപ്പ്, പുള്ളിക്കാരിയുടെ വസ്ത്രവും എന്ത് ചെയ്യാണ്? ഈ കൊച്ചമ്മയുടെ വസ്ത്രവും ചുവപ്പാണ്. ചുവപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്തിനെ സൂചിപ്പിക്കുന്ന? പാപത്തെ സൂചിപ്പിക്കുന്ന. യേശയ്യാ പ്രവചനം വായിക്കാൻ സമയമില്ലാത്തവന് വായിക്കേണ്ട. യേശയ്യാ പ്രവചന പുസ്തകം 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, വരുവിൻ നമുക്ക് വാദിക്കാം, നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പായിരുന്നാലും എന്ത് ചെയ്യുന്നു, അത് ഹിമം പോലെ വെളുക്കും. അതുപോലെ പിന്നെ 2ാമത് തുടർന്ന് രക്താംബരം പോലെ ചുമപ്പായിരുന്നു. രക്താംബരം പോലെ ആയിരുന്നാലും അത് എങ്ങനെ ആയിത്തീരും? പഞ്ഞി പോലെ എന്ത് ചെയ്യും? ആയിത്തീരുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ചുമപ്പെന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുക? പാപത്തിനെ സൂചിപ്പിക്കുക. അപ്പൊ ഈ പാപത്തിന്റെ അവസ്ഥയിൽ ലോകത്തെ മുഴുവനും പാപ അന്ധകാരത്തിലേക്ക് നയിച്ചുകൊണ്ട് ഈ കൊച്ചമ്മ എന്ത് ചെയ്തിരിക്കുകയാണ്? സകല മ്ലേച്ഛതകളും അവരുടെ ആവശ്യത്തിനനുസരിച്ച് കൊടുത്തുകൊണ്ട് ഏത് രീതിയിൽ ആത്മീയ നിലവാരത്തിൽ തോന്നിക്കുന്ന വിധത്തിലാണെങ്കിൽ അത് അങ്ങനെ, അധാർമികമായ രീതിയിലാണെങ്കിൽ അത്, ഇതെല്ലാം പാനപാത്രത്തിനകത്തുണ്ട്. അനേകരിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പാനപാത്രത്തിനകത്ത് കുടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് അവളെ വിട്ട് പോരുവിൻ എന്ന് 18-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ എന്ത് ചെയ്ത് കാണുവാനിടയായി തീർന്നത്. 1995 എൻ്റെ സ്വദേശം ഇടുക്കിയിലെയാണ്. 1995 റോമൻ കത്തോലിക്ക സഭയിൽ ഒരു യാഥാസ്ഥിക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ നിൽക്കുന്നതായ സമയത്തിൽ 95 ഏതാണ്ട് ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ
കേരളത്തിൽ അറിഞ്ഞ് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത രീതികളിലുള്ള സഭകളെയും അവരുടെ ഉപദേശങ്ങളെ കുറിച്ച് പഠിക്കുവാൻ എനിക്കുള്ള അവസരങ്ങൾ ലഭിച്ചു. വിവിധ സഭകളെ കുറിച്ച് പഠിച്ചിട്ട് യഥാർത്ഥത്തിലുള്ള സത്യം എന്താണ് എന്ന് മനസ്സിലാക്കി അതിൽ കൂടെ മുന്നോട്ട് പോകണമെന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. എന്നാൽ ഈ 4-5 വർഷങ്ങൾ കൊണ്ട് എൻ്റെ +2 വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഈ സഭകളെ കുറിച്ചൊക്കെ അന്വേഷണങ്ങൾ നടത്തി പഠിച്ച് പലരുടെയും ഇടപെടലുകളിലും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സ്നേഹമാണെന്ന് അറിയാമോ, എന്തോ ഒരു പ്രാർത്ഥന, എന്തോ ഒരു അനുഭവം. അപ്പോൾ അവരുടെ കൂടെ അങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞാൽ സ്വർഗ്ഗതുല്യമായിരിക്കുന്ന വലിയ ഒരു സന്തോഷം കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ പോകുന്ന പള്ളിയിലാണെങ്കിൽ ഞാൻ പോയാലും അച്ഛൻ അറിയുന്നില്ല, ഇതൊന്നും അവിടെ നിന്നും പറഞ്ഞേക്കരുത്, ഞാൻ പള്ളി ചെന്നാലും അച്ഛൻ അറിയുന്നില്ല. കാരണം 100-800 പേര് പള്ളി വരുന്ന 2 നേരം കുർബാന, രണ്ടാമത്തേന് വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് അമ്മ ചോദിക്കും പള്ളി പോയെന്ന് ചോദിക്കും, പോയെന്ന് പറയും, പോയില്ലെങ്കിലും അച്ഛനും അറിയത്തില്ല, ആരും അറിയത്തില്ല. കാരണം എന്താ, അവിടെ 10-800 പേരുണ്ട്, നമ്മളെപ്പോലെ 8, 10, 100, 50 പേരല്ലല്ലോ ഉള്ളത്. ഇങ്ങനെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നീങ്ങിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. എന്നാൽ യഥാർത്ഥത്തിലുള്ള മറ്റുള്ളവരുടെ അല്ലെങ്കിൽ വചനങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് അങ്ങോട്ട് ചേർന്നാൽ കൊള്ളാം, ഇങ്ങോട്ട് ചേർന്നാൽ കൊള്ളാം എന്നുള്ള വലിയ സന്തോഷം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ എന്താണ് ഈ ഇതിനകത്ത് പാനപാത്രത്തിനകത്ത് സകല മ്ലേച്ഛതകളുമുണ്ട്, എനിക്ക് ആവശ്യമുള്ള രീതി കുടിക്കാൻ പറ്റിയ പാകത്തിനാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ശരിയാണെന്ന് എന്ത് ചെയ്യും, തോന്നിപ്പോകും. ആ രീതിയിലാണ് കാര്യങ്ങളില്ല. അപ്പോൾ രോഗസൗഖ്യമാണെങ്കിൽ രോഗസൗഖ്യത്തിൻ്റെ അതിനകത്തുണ്ട്. വേറെ ഏതെങ്കിലും കാര്യമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ അതിൻ്റെതായ കാര്യങ്ങൾ അനുസരിച്ച് പാനപാത്രത്തിനകത്ത് കൊച്ചമ്മ വെച്ചിട്ടുണ്ട്, അതിൻ്റെ അനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് കൊണ്ട് സന്തോഷമായിട്ട് അവിടെ അങ്ങ് നിൽക്കുകയും ചെയ്യാം. ഇതാണ് പ്രവർത്തനം. അപ്പോൾ എന്ത് ചെയ്ത് എനിക്ക് കാര്യങ്ങൾ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞപ്പോൾ 1995 അവളെ വിട്ടുപോകേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ടായി. അങ്ങനെ വിട്ടുപോകുന്നത് പല സ്ഥലങ്ങളിലേക്കല്ല, അന്ന് വരെ മനസ്സിലാക്കാൻ പറ്റാത്തതായ തനിച്ചു വാർക്കുന്ന ഒരു സമൂഹം ഇടുക്കിയിലുണ്ടായിരുന്നു. ആ സഭയ്ക്കകത്തെ ഒരു വ്യക്തിയായിരുന്ന TT മാഥൻ എന്ന് പറയുന്ന ഒരു വ്യക്തി യാഥാർത്ഥ്യം ഒരു പ്രത്യേകിച്ച് പ്ലാനും പദ്ധതി ഒന്നുമില്ലായെങ്കിലും അദ്ദേഹം എന്ത് ചെയ്തു, എൻ്റെ ഭവനത്തിൽ വരുവാനിടയായി. ഞാനുമായി സംസാരിച്ചു, എൻ്റെ ഭവനത്തിലുള്ളവരുമായി കേൾപ്പാൻ ഇടയായി തീർന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവളെ വിട്ടുപോകുന്ന തനിച്ചു പാർക്കുന്ന ഒരു ജനത്തിന്റെ കൂടെ സന്തോഷം അനുഭവിക്കാൻ ഇടയായി തീർന്നു. ആളുകൾ ഇച്ചിരി കുറവാണെങ്കിലും യഥാർത്ഥ സത്യത്തിൽ നിൽക്കുന്നു എന്നുള്ള വലിയ സന്തോഷമുണ്ട്. അങ്ങനെ നിൽക്കുന്നു എന്ന് ബോധ്യമുള്ളവരൊക്കെ ഒന്ന് കരങ്ങൾ ഉയർത്തിയാട്ടെ. ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെ ഒരു സഭയിൽ നിന്നും തനിച്ചു പാർക്കുന്ന സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ ദൈവകൽപ്പനയും യേശുവിന്റെ വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിലേക്ക്, ആ ദൈവത്തിന്റെ വചന അടിസ്ഥാനത്തിലുള്ള ഉപദേശങ്ങളെ പഠിച്ചുകൊണ്ട് ആ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ എനിക്കിടയായി എന്നുള്ളതാ ഞാൻ പറയുന്നത്. സാത്താൻ എന്ത് ചെയ്തു, വിവിധങ്ങളായിരിക്കുന്ന നിലകളിലൂടെ ദൈവസഭയെ ഉപദ്രവിച്ച് കർത്താവ് യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെ മനസ്സിലാക്കുവാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അനേക ജനങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സാത്താൻ അങ്ങനെ പീഡനങ്ങളും ദൈവസഭയെ ഉപദ്രവിക്കുന്നതിനുള്ള പദ്ധതികളെല്ലാം തയ്യാറാക്കി മുന്നോട്ട് വരുന്നു. അങ്ങനെ മുന്നോട്ട് വരുന്നതായ സമയത്ത് പിശാചിന് ഒരു കാര്യം മനസ്സിലായി, മഹാസർപ്പത്തിന് ഒരു കാര്യം മനസ്സിലായി. അങ്ങനെ പീഡനം കൊണ്ടും ഉപദ്രവം കൊണ്ടൊന്നും ആരെ വീഴിക്കാൻ പറ്റത്തില്ല, ഈ സഭയെ ഇല്ലായ്മ ചെയ്യുവാൻ പറ്റത്തില്ല. കാരണം ഒരു ക്രിസ്ത്യാനിയുടെ രക്തം എന്ന് പറയുന്നത് എന്താണ്, വിത്താണ്. അതെന്ത് ചെയ്യും, ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അടുത്തയാളെ 10 പേര് അത് എന്തുകൊണ്ടെന്ന് കാര്യം മനസ്സിലാക്കി സത്യത്തിന്റെ ഭാഗത്തേക്ക് ദൈവം എന്ത് ചെയ്യുന്നു, അവരെ എഴുന്നേൽപ്പിക്കുക ചെയ്യുന്നത്. അങ്ങനെ പിശാചിന്റെ കാര്യം മനസ്സിലായി അവരെ എന്ത് ചെയ്യണം, ഈ ഉപദ്രവവും പീഡനവും അല്ല കൊടുണ്ടത്. ഞാൻ പറഞ്ഞതുപോലെ ഈ നമ്മുടെ പാനപാത്രത്തിനകത്ത് കാര്യം നിറച്ചു വെച്ച കാര്യങ്ങൾ ശരിയാകുമെന്ന് മനസ്സിലായി. യേശു അതിനെക്കുറിച്ച് ഒരു ഉപമ പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. ഒറ്റ വാക്യം മാത്രം വായിച്ചാൽ മതി, വാക്യം വിശദീകരിച്ചു. മത്തായി 13:24. അവിടുന്ന് മറ്റൊരു ഉപമയും അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് കോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പൊയ്ക്കളഞ്ഞു. മതി. ഇവിടെ സത്യസഭയെ കുറിച്ച് അല്ലെങ്കിൽ തനിച്ചു പാർക്കുന്ന ജനത്തെ കുറിച്ച് പറയുകയാണ് ചെയ്യുന്നത്. അവരെ പിന്മാറ്റത്തിലേക്ക് അല്ലെങ്കിൽ പീഡനത്തിലൂടെയും ഉപദ്രവത്തിലൂടെയും പുറകോട്ട് വലിക്കുവാൻ ശത്രുവായിരിക്കുന്നവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ അതെല്ലാം അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞ് കർത്താവ് പറഞ്ഞ ഉപമയിൽ ഇങ്ങനെ പറഞ്ഞത്, അവൻ ഉറങ്ങുന്നതായ സമയത്ത് ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ എന്ത് വിതച്ചു, അല്പം ദുരുപദേശം കൂടെ. മരിക്കുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ പുള്ളി അതിന്റെ കൂടെ എന്ത് ചെയ്തു, ഇച്ചിരി കൂട്ടിച്ചേർത്ത്. എന്താണ് ചേർത്തത്?
നിശ്ചയം കൂടെ കൂട്ടിച്ചേർത്ത് ആരെങ്കിലും കേട്ടാ അതിനകത്ത് തെറ്റുണ്ടോ? ഒരു ഭാഷാ പണ്ഡിതനെ വിളിച്ച് ചോദിച്ചാൽ അത് ഒന്നുകൂടെ ഉറപ്പ് വരുത്തിയതല്ലേ എന്ന് ചോദിച്ചാൽ നമ്മളെന്ത് ചെയ്യും അല്ലേ? അതല്ലേ, ഒരു ഭാഷാ പണ്ഡിതനെ വിളിച്ച് ചോദിച്ചാൽ അത് ഒന്നുകൂടെ ഉറപ്പ് വരുത്തിയെന്നല്ല, അതിനകത്ത് എന്താ തെറ്റിരിക്കുന്നതെന്ന് ചോദിക്കും, ഒന്നുകൂടെ ഒന്ന് ഉറപ്പ് വരുത്തിയെന്നുള്ളൂ. പക്ഷേ പ്രശ്നം എവിടെ കിടക്കുക? അതെന്ത് ചെയ്തു? അല്പം കൂട്ടിച്ചേർക്കുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംശയം ജനിപ്പിക്കുന്നതായ വിധത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു? ഈ സഭയ്ക്കകത്ത് തനിച്ചു പാർക്കുന്ന ജനത്തിന്റെ ഇടയിൽ വിതച്ചിരിക്കുക. ഇനി തനിച്ചു പാർക്കുന്നു പറഞ്ഞാൽ ഊറ്റം കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓർത്തോണം, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, ഞാനായിരിക്കുന്ന സ്ഥലത്ത് ശത്രുവായിരിക്കാൻ ഇതെന്ത് ചെയ്തിട്ടുണ്ട്? പല സ്ഥലത്തും വിതച്ചിട്ടുണ്ട്. അതുകൊണ്ട് പല സ്ഥലങ്ങളിലും ഉപദേശങ്ങളെല്ലാം പൊതുവായിട്ടുണ്ടെങ്കിലും ചില പ്രത്യേക സാഹചര്യത്തിൽ അതിങ്ങനെ ഞങ്ങളിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, ഞങ്ങൾ കല്യാണത്തിന് പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോവുള്ളൂ, ഞങ്ങൾ അങ്ങനെ പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പല സ്ഥലത്ത് ചില കുഴപ്പങ്ങളൊക്കെ കാണുന്നുണ്ട്. അതേക്കുറിച്ച് വിശദീകരിക്കാൻ സമയമില്ല. പക്ഷെങ്കിൽ മനുഷ്യൻ ഉറങ്ങിയപ്പോൾ എന്ന് പറഞ്ഞാൽ സത്യത്തിന് കൊടുക്കേണ്ട വില കൊടുക്കാതെ അതിൽ നിന്ന് എന്ത് ചെയ്തു? പുറകോട്ട് വലിഞ്ഞു പോകുന്നതായ സാഹചര്യത്തിൽ ശത്രു അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കള വിതച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം അത് 30, 60, 100 മേനിയുമായിട്ട് വളരണമെന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. പക്ഷേ ശത്രുവായിരിക്കുന്നവൻ എന്ത് ചെയ്തു? കള എന്ത് ചെയ്തു? മനുഷ്യൻ ഉറങ്ങിയപ്പോൾ വിതയ്ക്കുവാൻ തുടങ്ങി. അങ്ങനെ ഒരു കള ആദി കയറ്റിവിട്ട ഒരു പ്രശ്നമുണ്ടായി. ആ കള എന്ന് പറയുന്നത് റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന ചക്രവർത്തിയെ എവിടെ കൊണ്ട് നട്ടു? കോൺസ്റ്റന്റൈൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. കുസ്തന്തീനോസ് എന്ന് പറയുന്ന ചക്രവർത്തി എവിടെ കൊണ്ട് നട്ടു? ആ റോമൻ ചക്രവർത്തിയായിരിക്കുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് മുമ്പുള്ള സകല ചക്രവർത്തിമാരും ഈ തനിച്ചു പാർക്കുന്ന ജനത്തിന് എന്തായിരുന്നു? എതിരായിരുന്നു. അങ്ങനെ പിശാചിന് മനസ്സിലായി, ഇങ്ങനെ എതിർത്തോണ്ട് പോയിട്ട് കാര്യമില്ല, ഇവരുടെ കൂടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരെണ്ണത്തിന് അങ്ങോട്ട് പറഞ്ഞു വിട്ട മുഴുവൻ എന്ത് ചെയ്തു? കുളമാക്കി അവരെന്ത് ചെയ്യും? ശരിയാക്കി തരുമെന്ന് മനസ്സിലായി. അതിന് വലിയ ആലോചനയൊന്നും വേണ്ടി വന്നില്ല. അങ്ങനെ എന്ത് ചെയ്തു? ഒരു രാത്രിയിൽ ഒരു ദർശനം ഈ ചക്രവർത്തിക്ക് ലഭിച്ചെന്നാണ് പറയുന്നത്. അങ്ങനെ കുരിശ് പിടിച്ചോണ്ട് പുള്ളി യുദ്ധം ചെയ്തു. ആകപ്പാടെ എന്ത് ചെയ്തു? സകല മനുഷ്യരും ജയിച്ചു. അങ്ങനെ ഒരു മിലാൻ വിളംബരം AD 313 ഒരു വിളംബരം പ്രഖ്യാപിച്ചു. പട്ടാളക്കാരും സകല ആൾക്കാരും ഇനി ക്രിസ്ത്യാനികളായിക്കോണം, ഇനി അവരെ ഉപദ്രവിക്കേണ്ട ആവശ്യമില്ല. അത് നിയമം മൂലം AD 321 എന്ത് ചെയ്തു? സർക്കുലർ അടിച്ചു, കൽപ്പന അടിച്ചെന്ത് ചെയ്തു? കൊടുത്തു. സകല ആൾക്കാരോട് പറഞ്ഞു AD 320 ഇനി നമ്മളെല്ലാം ക്രിസ്ത്യാനികളാണ്, നമ്മളെല്ലാം ഈ തനിച്ചു പാർക്കുന്ന ജനത്തിന്റെ കൂടെ പോകും. എന്തിനാ പോകുന്നത്? അപ്പൊ ഞാൻ വിചാരിക്കുന്നത് അന്ന് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ നേതൃത്വങ്ങളിൽ ആരെങ്കിലും നമ്മളെപ്പോലെയൊക്കെ ഉള്ളവരവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവരെ വിളിച്ച് പൊന്നാട അണിയിച്ച് എന്ത് ചെയ്തേനെ? റോമൻ ചക്രവർത്തിക്ക് എത്രമാത്രം സ്വീകരണം കിട്ടിക്കാണോ ഇല്ലേ? ഈ കാര്യം അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യുന്നു? ആശാന്മാർ പുള്ളിയെ വിളിച്ച് എന്ത് ചെയ്തു? മാലയിട്ട് പിശാചി പറഞ്ഞു, നീ അവിടെ തന്നെ ഇരുന്നോണെന്ന് പറഞ്ഞു. നാളെ തൊട്ട് കൽപ്പന. ഒരു കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ, ഏതാണ്ട് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പുള്ളി 321 കൽപ്പന. അതിനുശേഷം അവിടുത്തെ സഭയുടെ നേതൃത്വത്തെ വിളിച്ച് സൂനകദോസ് വിളിച്ച് ചോദിച്ചിട്ട് പറഞ്ഞു, നമ്മളിപ്പോൾ ചെയ്യുന്ന പരിപാടികളൊക്കെ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അവർ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു കാര്യം ഞങ്ങൾ സൂര്യദേവനെ ആരാധിക്കുന്നവരാ, ഞങ്ങൾ ഞായറാഴ്ച ആരാധിക്കും, നിങ്ങൾ എന്നെ ഈ ശനിയാഴ്ച ഇരുന്ന് ആരാധിക്കുക. അതൊരു പഴഞ്ചൻ ആരാധനയാണ്, നമുക്ക് എല്ലാവർക്കും അങ്ങ് ഒന്നായാലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അടുത്ത സൂനകദോസ് AD 336 ഇച്ചിരി വർഷം കഴിഞ്ഞപ്പോൾ അല്ലേ, AD 336 ലെവോദോക്കിയ സൂനകദോസിൽ വെച്ച് അടുത്ത തീരുമാനം, ഇനിയും ചക്രവർത്തി പറഞ്ഞിരിക്കുന്നത് പോലെ സഭയും നമ്മൾ എല്ലാവരും ചേർന്ന് ഈ പഴഞ്ചൻ ആരാധന രീതി മാറ്റിയിട്ട് പഴയ കാര്യങ്ങൾ മാറ്റിയിട്ട് നമ്മളെല്ലാം ഇനി എന്ത് ചെയ്യാൻ പോവുകയാണ്? സൂര്യദേവന്റെ ദിവസം നമ്മൾ സൺഡേയിലേക്ക് ആരാധന പോവുകയാണ്. ഇതിപ്പം തനിച്ചു പാർക്ക് ചെയ്യാനത്തിന് പറ്റുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ശബദം എവിടെ പോയി നിൽക്കുക? ഞായറാഴ്ചയിലേക്ക് വഴിമാറിപ്പോയി. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം എന്താണ്? പിശാച് ഒരാളെ പള്ളി കൊണ്ട് കൊടുത്ത് പൊന്നാട അണിയിച്ച് പുള്ളിയെ കൊണ്ട് കസേര ഇരുത്തിയതാ. പുള്ളി ഒരു 10-15 വർഷം കൊണ്ട് സകലത് എന്താക്കി തന്നു? നല്ല ശരിയാക്കി തന്നു. അതുകൊണ്ട് ഇന്ന് കലഞ്ഞൂരും കിടന്ന് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? എത്ര യോഗം നടത്തിയാലും തനിച്ചു പാർക്കുന്ന ജനം എണ്ണത്തിൽ കുറഞ്ഞിരിക്കുക. ഉള്ളത് പിന്നെ എന്ത് ചെയ്യുക? അപ്പുറത്തോട്ട് ചക്രവർത്തി പറഞ്ഞത് ശരിയാന്ന് പറഞ്ഞ് ഇപ്പോഴും പോകാൻ നിൽക്കുക. അവസരം കിട്ടിയാൽ എന്ത് ചെയ്യും? പക്ഷെ സൂക്ഷിച്ചോണം, ചിലപ്പോൾ ചാടിപ്പോയെന്ന് വരാം. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ കാര്യഗൗരവം മനസ്സിലാക്കാതെ ഇന്നും എന്ത് ചെയ്യുന്നു? അനേകരുണ്ട്. പക്ഷെ പുള്ളിയെ കസേര കൊണ്ടുവന്നതിന്റെ പരിണിതഫലമായി സഭ എന്ത് ചെയ്തു? മലിനീകരിക്കാൻ ഇടയായി തീർന്നു. മനുഷ്യൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ശത്രുവായിരിക്കുന്നവൻ സഭയ്ക്കകത്ത് കയറി. അത് കുറഞ്ഞ പുള്ളിയെ അല്ല വിട്ടത്, നാട്ടിൽ കൂടെ ചുമ്മാ നടക്കുന്ന മനുഷ്യനെ അല്ല വിട്ടത്, റോമൻ ചക്രവർത്തിയെ എന്ത് ചെയ്യുന്നു? കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന ചക്രവർത്തിയെ എവിടെ കൊണ്ട് സ്ഥാപിച്ചു? സഭയ്ക്കകത്ത് കൊണ്ട് നട്ടു. അതിന്റെ എന്താണ് കർത്താവ് പറഞ്ഞ ഉപമ? എന്താണ്? മനുഷ്യൻ ഉറങ്ങിയപ്പോൾ, അത് ശ്രദ്ധിച്ചു വായിക്കണം. മനുഷ്യൻ ഉറങ്ങിയപ്പോൾ, കാര്യത്തെക്കുറിച്ചുള്ള ഗൗരവം നഷ്ടപ്പെട്ടു പോയപ്പോൾ എന്ത് ചെയ്തു? പുള്ളി സഭയ്ക്കകത്ത് കയറി പ്രവർത്തിക്കാൻ തുടങ്ങി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ സൂനകദോസ് വിളിച്ചുകൂട്ടി. ഈ കൽപ്പനയെല്ലാം കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ കാര്യം, ദൈവത്തിന്റെ കൽപ്പനയെ കുറിച്ച് ഒരു ചോദ്യചിഹ്നമുണ്ടായി. ദൈവത്തിന്റെ കൽപ്പനകൾ എത്രയാ? 10. ദൈവത്തിന്റെ കൽപ്പനകൾ 10 എന്ന് പറയുമ്പോൾ അതിനകത്ത് ജാതികളുടെ ആരാധന രീതികൾ കൊണ്ടുവരണമെങ്കിൽ അതിനകത്ത് രണ്ടാമത്തെ കൽപ്പന പറയുന്നത് എന്താണ്? ഒരു വിഗ്രഹം
ഉറങ്ങിപ്പോയോ, സമയമായില്ല, എന്നോട് പറഞ്ഞിരിക്കുന്ന സമയമായില്ല, ഇനി സമയമുണ്ട്. അല്ല സാറേ, സമയമുണ്ട്. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും. നിങ്ങളൊന്ന് പറഞ്ഞത് എന്നോട് പിണക്കമാണോ? പറഞ്ഞേ, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലുമുള്ള യാതൊന്നിനെ ഉണ്ടാക്കി നമസ്കരിക്കുകയും ചെയ്തു. അപ്പൊ ഇതെന്ത് ചെയ്തു? ചക്രവർത്തി അകത്ത് വന്നു കഴിഞ്ഞപ്പോൾ പുറജാതികളുടെ ആരാധന രീതി ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി ചില വിഗ്രഹങ്ങളെ നാട്ടണം. അപ്പൊ 2 മുറിച്ച് കളയണം. അപ്പൊ 2 മാറ്റാൻ തീരുമാനിച്ചു. അങ്ങനെ 2 മാറ്റിയപ്പോ പിന്നെ 10 എത്രയേ ഉള്ളൂ? 9 ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു അത് പറ്റത്തില്ല, വേദപുസ്തകം പലരും വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ജോൺ വിക്ലിപ്പിനെ പോലുള്ളവരൊക്കെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഇറക്കി വരും, അവരെ പോലുള്ള ദൈവിക പദ്ധതിയുണ്ട്, അങ്ങനെയാണെങ്കിൽ 10 തികച്ച് നമ്മൾ വെക്കണം. അന്നേരം പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, 10ാമത്തെ 2 ആക്കി വെക്കാം. 9 അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, 10 അന്യന്റെ വസ്തുക്കള് മോഹിക്കരുത്. അപ്പൊ ഇപ്പൊ എത്രയായി? അപ്പോൾ അവര് വിജയിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ഉറങ്ങിക്കിടന്നവരാരും വിവരം അറിഞ്ഞില്ല, സംഗതി ശരിയായി, ഇപ്പം 10 തികച്ചിരിക്കുക. അപ്പോൾ 10 തികച്ചപ്പോൾ അവർ വേറൊരു പ്രശ്നം പറഞ്ഞു, നമ്മളിപ്പം പള്ളി പോകുന്ന ഞായറാഴ്ചയല്ലേ, അങ്ങനെയാണെങ്കിൽ അവർ പോകുന്ന ശനിയാഴ്ചയല്ലേ, അപ്പൊ ഇത് ഇവിടെ കിടപ്പുണ്ടല്ലോ, ശാബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്ന് പറയുന്നത്. മാത്രമല്ല ലൂക്കോസിന്റെ വിശേഷം 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ശബത്തിൽ പതിവ് പോലെ പള്ളിയിൽ പോയെന്നും, യേശയ്യാ പ്രവചന പുസ്തകം 58-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിന്റെ കാൽ അടക്കി വെക്കണമെന്നും അവിടെ ഉള്ളത് കൊണ്ടും, പിന്നെ പുതിയ ഭൂമിയിലും പുതിയ ആകാശത്തിൽ ദൈവരാജ്യം സ്ഥാപിതമാകുമ്പോൾ യേശയ്യാ പ്രവചന പുസ്തകം 66-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ ഉണ്ട് എന്ന് കാണുന്നത് കൊണ്ടും, ദൈവരാജ്യത്തിൽ വിശുദ്ധ ശബത്ത് ഉണ്ട് എന്ന് കാണുന്നത് കൊണ്ടും, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ അതേക്കുറിച്ചുള്ള പൂർത്തീകരണത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അവിടെയും ദൈവരാജ്യത്തിന്റെ പൂർത്തീകരണത്തിൽ ഇത് ഉണ്ട് എന്ന് കാണുന്നത് കൊണ്ട് എന്ത് ചെയ്യണം? ഇതിൽ മാറ്റുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്കതിനെ തിരുത്തി എഴുതാം. ശബത്ത് എന്നുള്ള എന്ത് ചെയ്യാം? കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ഇങ്ങനെ കേട്ടോ 10 ഞങ്ങൾ സൺഡേ സ്കൂളിൽ പഠിച്ചത്, അതുകൊണ്ട് എനിക്ക് എളുപ്പമുണ്ട്, നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വരും. കത്തോലിക്ക സഭയിൽ നിന്നൊക്കെ വന്നവർക്ക് നിങ്ങൾക്ക് എളുപ്പമുണ്ട്. ഞാനിത് 10 കാണാൻ പഠിച്ചത്, ജെയിംസ് മാസ്റ്റർ ശരിയല്ലേ ഞാൻ പറയുന്നത്? ഇത് കറക്റ്റായിട്ട് അത് ഇപ്പോൾ ഇവിടെ 10 പറയുമ്പോൾ തെറ്റും, അവിടുത്തെ 10 എളുപ്പം. കാരണം എന്നാണെന്നറിയോ, ഇത് ചെറുപ്പം തൊട്ട് പഠിച്ചതല്ലേ, അതായിരിക്കുന്നെങ്കിലും കഴിവുള്ളിടത്തോളം ഞാൻ പറയുന്നിടത്തെല്ലാം തെറ്റിക്കാതെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. തെറ്റിട്ടുണ്ട്, നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ 4ാമത്തെ കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുക എന്ന് പറയുമ്പോൾ ആരും ഒരു കുഴപ്പം പറയല്ല. കാരണം പാർട്ടികൾ ഇപ്പോൾ എന്ത് ചെയ്യുക? ഇപ്പം എല്ലാവരും എന്നെ എടുക്കുക, നിങ്ങളല്ല, എല്ലാവരും എന്നെ എടുക്കുക. ഇപ്പോൾ ഉറങ്ങിയിരിക്കുക, അവരുറങ്ങിയിരിക്കുക. അതുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ചെയ്തു മുന്നോട്ട് പോയി. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ദൈവത്തിന്റെ കൽപ്പനകളെ കുറിച്ചുള്ള ദൈവത്തിന്റെ കൽപ്പനകൾ തിരുത്തുന്നതായി വലിയൊരു ശക്തി. ഞാൻ മുമ്പേ സൂചിപ്പിച്ച കൊച്ചമ്മ, ഇതാണ് പ്രശ്നം. അതുകൊണ്ട് മുഖവാക്യം വായിച്ചു, അവളെ എന്ത് ചെയ്യണം? വിട്ട് സൂക്ഷിച്ചോണം, വിട്ട് പോരണം എന്നാണ് വായിച്ചത്. 3 മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഈ ലോകത്തിൽ വിശുദ്ധന്മാര് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് പറയുമ്പോൾ ലോകത്തിന്റെ സകല അധാർമികതയിലും പാനപാത്രത്തിൽ നിന്ന് സകല വീഞ്ഞും സകല മ്ലേച്ഛതകളും അനുഭവിച്ച് ജീവിച്ചു കഴിഞ്ഞ് മരിച്ചുപോയി കഴിഞ്ഞാൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർ രക്ഷപ്പെടും. ഞാൻ ഒരു സഭ ആരെയും കുറ്റം പറയുന്നില്ല, ഏത് മതം ഏതായാലും മരിച്ചവർക്ക് വേണ്ടി മരണാനന്തരം അവർക്ക് വേണ്ടി ശേഷക്രിയ ചെയ്താൽ അവർ രക്ഷപ്പെടുമെങ്കിൽ എന്നെ ചിന്തിപ്പിച്ചൊരു വസ്തുത നിങ്ങൾ ചിന്തിക്കണം. രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെന്തിനാ ഇവിടെ കിടന്ന് ഈ യോഗം വിളിച്ചു കൂട്ടുന്നത്? വേണോ? ഇത് കഴിഞ്ഞതിന് ശേഷം അവസാനം ഇച്ചിരി പൈസ എടുത്ത് ബാങ്ക് ബാലൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട് അതിന് ശേഷക്രിയ എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിണ്ടിയും വെള്ളമോ എന്താ വേണ്ടെന്ന് വെച്ചാൽ അതൊക്കെ എടുത്ത് വെച്ച് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. അതല്ലേ പഠിപ്പിക്കലുകൾ. അപ്പോൾ എന്ത് ചെയ്യുന്നു? അതിന് ചില പൈസ മാറ്റി വെക്കണം, ചില പണം ഉണ്ടാക്കുന്ന മാർഗങ്ങളുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന തെറ്റാണ്. ലാസറിനെ കുറിച്ച് പറയുന്ന യോഹന്നാൻ സുവിശേഷം 11:11 ലാസർ നിദ്ര കൊള്ളുന്നു എന്നാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്. സങ്കീർത്തനം 115:17 പറയുന്നു മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും യഹോവയെ സ്തുതിക്കുന്നു. നാമോ ഇന്നു മുതൽ എന്ത് ചെയ്യും? യഹോവയെ സ്തുതിക്കും എന്ന് ദൈവത്തിന്റെ വചനം പറയാണ്. എബ്രായർക്ക് ലേഖനം 9:27 പറയുന്നു ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യനെ നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കലായിട്ട് എന്ത് ചെയ്തു? അർപ്പിക്കപ്പെട്ടു എന്ന് ദൈവത്തിന്റെ വചനം വായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കൊണ്ട് അവർക്ക് മോക്ഷം പ്രാപിക്കുന്നില്ല. മാത്രമല്ല ഒരു പ്രാർത്ഥന കൊണ്ട് അവർ മോക്ഷം പ്രാപിക്കുകയായിരുന്നെങ്കിൽ ഈ വർഷം ഒരു അച്ചായന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അടുത്ത വർഷം പിന്നെ ഈ അച്ചായന് വേണ്ടി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ അടുത്ത വർഷം പിന്നെയും നടത്തുകയല്ലേ. കാരണം മക്കൾ വിദേശത്ത് നിന്ന് കാശ് അയച്ചു കൊടുക്കുന്നു, ഇവിടെ പരിപാടി നടത്തുന്നു. അച്ചായൻ കഴിഞ്ഞ വർഷം പോയത് എപ്പോൾ അങ്ങ് രക്ഷപ്പെട്ടു പോയെങ്കിൽ അപ്പുറത്തുനിന്ന് പിന്നെ പുള്ളി എപ്പോഴാണ് ഇപ്പുറത്ത് വന്നെന്നുള്ളതാണ് ഇപ്പം നമ്മുടെ ഒരു സംശയം. അപ്പോൾ അങ്ങനെ ഓരോ വർഷവും പോവുകയും വരികയും ചെയ്താൽ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പെട്ടെന്ന് പറഞ്ഞു വിടുകയാണ്. ഇതൊരു മണിക്കൂർ പറയണ്ട, പെട്ടെന്ന് പറഞ്ഞ് 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് മരിച്ചവരോടുള്ള പ്രാർത്ഥന, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. പിന്നെ എന്ത് ചെയ്യുന്നു? മരിച്ചവരോടുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ വ്യക്തികളെ പേരിൽ എന്ത് ചെയ്യും? സ്ഥാപിച്ചു
സമർപ്പിച്ചുകൊണ്ട് അവരെത്ര വിശുദ്ധ ജീവിതം നയിച്ചവരാണേലും അവരുടെ പേരും പറഞ്ഞ് അവരുടെ പേരിലും നാമത്തിലും സ്ഥാപനങ്ങൾ വെച്ചുകൊണ്ട് അതിന്റെ മുന്നിൽ എന്ത് ചെയ്യുന്നു? പോയി പ്രാർത്ഥിക്കുന്നത്. അതൊരു ദൈവത്തിന് ഏറ്റവും അഭാസ്യമായ വിഗ്രഹാരാധനയ്ക്ക് തുല്യമായ വിഗ്രഹാരാധന തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, മരിച്ചവരോടുള്ള പ്രാർത്ഥനയും അത് തെറ്റാണ്. അങ്ങനെ AD 332 യേശുവിന്റെ അമ്മയായ മറിയയോട് പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന് സഭ പഠിപ്പിക്കുവാനിടയായി തീർന്നു. AD 1959 എന്ത് ചെയ്തു? സ്വർഗീയ പദവിയിലേക്ക് അമ്മയെ എന്ത് ചെയ്തു? രക്ഷിച്ചു എന്നും ചരിത്രത്തിലൂടെ വായിക്കുവാനിടയായി തീർന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് 1 തീമോഥെയോസ് എഴുതിയ ലേഖനം 2-5 വാക്യം, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവില്ല യാഗമായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ. അപ്പൊ ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥൻ ആര് മാത്രമേ ഉള്ളൂ? മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ. പാപപരിഹാരത്തിന് വേണ്ടി കാൽവരി യാഗമായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മാത്രം, യേശുവിന്റെ നാമത്തിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ? രക്ഷയുള്ളൂ. ആമേൻ. അതാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ പാനപാത്രത്തിൽ നിന്ന് വാങ്ങി ആരെങ്കിലും കുടിച്ചുകൊണ്ട് സകലതും അവസാന നാടുകളിൽ സംഭവിക്കാൻ പോകുന്ന കഷ്ടതകൾ എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 9-6 വാക്യം നിങ്ങൾ വായിക്കേണ്ട. നമ്മൾ പറയുന്ന ഒരു നിമിഷം നേരം കൊണ്ട് അങ്ങ് മരിക്കുമെങ്കിൽ അങ്ങനെ അങ്ങ് പൊക്കോട്ടെ എന്ന് വിചാരിക്കരുത്. മരിക്കാൻ കൊതിക്കുമെന്ന് അവിടെ എഴുതിയിരിക്കുന്ന ഉടനെ മരിക്കത്തൊന്നുമില്ല. ദൈവം അതിന്റെ പദ്ധതിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കുറെ നാളുകൾ അങ്ങനെ കിടക്കേണ്ടി വരും. അതൊക്കെ വലിയ കഷ്ടതയായിരിക്കും. അന്ന് യോഗം നടത്തിയത്, നോട്ടീസ് കിട്ടിയത് ജോയിമ പാസ്റ്റർ വീട്ടിൽ വന്നൊക്കെ ചിലപ്പോൾ ഓർക്കേണ്ട സാഹചര്യം വരും. അത് വരാതിരിക്കുന്നതിന് വേണ്ടി കടന്നു വരിക എന്നുള്ളതാണ്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ശിശു സ്നാനം അല്ലെങ്കിൽ സ്നാനത്തിന്റെ അർത്ഥം എന്ത് ചെയ്തു? മാറ്റുക. കർത്താവായ യേശുക്രിസ്തു കാണിച്ചതായ മാതൃക എന്താണ്? അറിവായപ്പോൾ യോഹന്നാനാൽ യോർദാൻ നദിയിൽ എന്ത് ചെയ്തു? സ്നാനപ്പെട്ടു. മത്തായിയുടെ സുവിശേഷം 3-13 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് യേശു യോർദാൻ നദിയിൽ ഇറങ്ങി സ്നാനം കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് എന്ത് ചെയ്തു? കയറി. അപ്പം വെള്ളത്തിൽ ഇറങ്ങുകയും ചെയ്തു, വെള്ളത്തിൽ നിന്ന് എന്ത് ചെയ്തു? കയറുകയും ചെയ്തു എന്ന് പറയാണ്. ഞാൻ പറഞ്ഞത് അവളെ വിട്ടുപോരുവാൻ എന്നുള്ള സാരാംശത്തിൽ തനിച്ചു പാർക്കുന്ന ജനമെന്ന നിലയിൽ നിസ്സാര കാര്യങ്ങളല്ല, നൂറുകണക്കിന് കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വഷളത്വത്തിലൂടെയും തെറ്റായ മാതൃകകളിലൂടെയും പാനപാത്രത്തിൽ നിറച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ നല്ലതെന്ന് അറിഞ്ഞുകൊണ്ട്, നല്ലതാണെന്ന് മനസ്സിലാക്കി, നല്ലതാണെന്ന് ചിന്തിച്ചുകൊണ്ട് വാങ്ങി കുടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം നശിച്ചു പോകുന്നത് അങ്ങനെ സ്വീകരിക്കുന്ന വ്യക്തികളായിരിക്കും. അത് കുടിക്കുമ്പോഴോ അതിനകത്തുള്ള അസന്തോഷങ്ങളെ കുറിച്ചൊന്നും ഒരു പക്ഷെങ്കിൽ അവർക്ക് മനസ്സിലാക്കണമെന്നില്ല. അത് വലിയ പ്രശ്നത്തിലേക്ക് കടന്നുപോകും. എത്യോപ്യരാജ്ഞിയുടെ കാര്യവിചാരകനായിരിക്കുന്ന ഷണ്ടൻ യെരുസലേമിൽ പോയിട്ട് മടങ്ങി വരുന്നതായ സമയം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ പറയുകയാണ് ചെയ്യുന്നത്. പീലിപ്പോസ് എന്ന് പറയുന്ന ഉപദേശിയെ തേരിനോട് ചേർന്ന് നടക്കുന്ന സമയത്ത് താൻ വായിച്ചുകൊണ്ടിരിക്കുന്ന യേശയ്യാ പ്രവചന പുസ്തകത്തിൽ നിന്നും ആത്മീയ ദർശനങ്ങൾ, ആത്മീയപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാതെ വന്നപ്പോൾ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ച് അർത്ഥം മനസ്സിലാക്കി കൊടുക്കുവാൻ പീലിപ്പോസ് ഉപദേശിയോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞനുസരിച്ച് താനും ചേർന്ന് വരികയാണ്. വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാ സ്നാനപ്പെടാൻ പറഞ്ഞു. എന്നാ പിന്നെ കിട്ടിയതല്ല, മുക്കിയേക്കാന്ന് പുള്ളി വിചാരിച്ചില്ല. ഉപദേശി ഒരു കാര്യം പറഞ്ഞു, നീ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നെങ്കിൽ പൂർണ്ണ ഹൃദയം, അങ്ങനെയല്ലേ, പൂർണ്ണ ഹൃദയത്തോടെ നമ്മളെ കിട്ടിയ തട്ടം നോക്കി എന്ത് ചെയ്യാനും പിടിച്ച് മുക്കിയേനെ. ഉപദേശി പറഞ്ഞു അത് നടക്കത്തില്ല, പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ എന്ത് ചെയ്യാം. അതുകൊണ്ട് ഇന്നു മുതൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നവരെ മാത്രം നമുക്ക് എന്ത് ചെയ്യാം? സ്നാനപ്പെടുത്തി മുന്നോട്ട് പോകാം. അതുകൊണ്ട് ഗായക സംഘം മുന്നോട്ട് വന്നാട്ട് പ്രസംഗവധി നീളുന്നില്ല. 9 മണിയായി കഴിഞ്ഞു. ഈ 9-10 മിനിറ്റ് കൂടെ ഉള്ളൂ. കറക്റ്റ് 9 മണിക്ക് ആശീർവാദം പറയണം. പ്രാർത്ഥിക്കാനുള്ള ഒരു മുന്നോട്ട് കടന്നു വന്നാട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. വെളിപ്പാട് പുസ്തകം പാട്ട് ഗായക സംഘം മുന്നോട്ട് വന്നാട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന പാട്ടുകൾ പാടിക്കാട്ടെ. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നമ്മുടെ ആപ്തവാക്യം നമ്മൾ വായിച്ചു, അവളെ വിട്ടുപോരുവൻ ദുരുപദേശങ്ങളും അല്ലെങ്കിൽ പിശാചിന്റെ പദ്ധതിയിൽ പ്രകാരം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജന്മം മുതൽ യേശുവിനെ കുറിച്ചുള്ള പ്രവചനം, യേശുവിനെ രക്ഷിതാവായി ജനങ്ങൾ അംഗീകരിക്കാതിരിക്കാനുള്ള സകല വിധത്തിലുള്ള തടസ്സങ്ങൾ പിശാച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. 18-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിലാണ് വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറഞ്ഞു കേട്ടത്, എന്റെ ജനമായുള്ളവരെ അവളുടെ പാപങ്ങളിൽ കൂട്ടാളിയാകാതെയും അവളുടെ വാദങ്ങളിൽ ഓഹരിയാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ് ചെയ്യുന്നത്. അവളെ വിട്ടുപോകുന്ന തനിച്ചു പാർക്കുന്ന ഒരു ജനമെന്നുള്ള ബോധ്യത ഇന്ന് രാത്രിയിലെ പന്തലും കീഴിൽ ഇരിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇരിക്കുന്ന സംസ്ഥാനങ്ങൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവമേ, ഞാൻ തനിച്ചു പാർക്കുന്ന ഒരു ജനമാണ്, അവളെ വിട്ടുപോരുവാൻ, ദുരുപദേശങ്ങളിൽ എനിക്ക് വിട്ടുപോരുവാനുള്ള ഭാഗ്യപദവി എനിക്ക് ലഭിച്ചിരിക്കുകയാണ് എന്ന് ബോധ്യമുള്ളവർക്ക് നിങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ നിന്ന് വിട്ട് നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് കടന്നു വന്ന് ദൈവദാസനെ നിങ്ങൾക്ക് അറിയിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ശബ്ദപരിധി കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ ഒന്നും മടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാം. റോഡിലാണെങ്കിലും വഴിവെക്കിലാണെങ്കിലും നിങ്ങൾക്ക് എഴുന്നേറ്റ് ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയും. ഗായക സംഘം മനോഹരമായ ഒരു പാട്ടുപാടി അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം